എന്റെ തലയുടെ മുകളിൽ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി പതിക്കുവാനിടയായി. അവിടെ നിന്ന് അറിയാതെ ഞാൻ അവിടെ നിന്ന് പാടുകയാ, അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. 10 മിനിറ്റ് പോലും എടുത്തില്ല ആ വരികൾ മുഴുവൻ അവിടെ നിന്ന് പാടുവാൻ. ഓടിപ്പോയി ഒരു റീഫിൽ എടുത്താണ് പേപ്പറിലേക്ക് ആ പാട്ട് എഴുതുവാനിടയായി. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനിൽ പി കോശി അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഇവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെല്ലാവരും ഏറ്റുപാടുന്ന വിശേഷാൽ ക്രൈസ്തവ ലോകം ഒന്നടങ്കം പാടി ദൈവത്തെ ആരാധിക്കുന്നതും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യാശയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതുമായ മനോഹര ഗാനമായ കാണുന്നു ഞാൻ വിശ്വാസത്താൽ, ആ പാട്ടിൻ്റെ ഈരടികൾ നമ്മളെല്ലാവരും ഏറ്റുപാടുമ്പോൾ പലപ്പോഴും ആരാണ് അതിൻ്റെ എഴുത്തുകാരൻ, ആരാണ് ആ പാട്ടിൻ്റെ പിന്നിൽ എന്ന് പലപ്പോഴും നമുക്ക് അറിയാതെയാണ് നമ്മൾ ആ പാട്ട് പാടാറുള്ളത്. എന്നാൽ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് ആ പാട്ടുകാരനെ, ആ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുവാൻ അവസരമുണ്ടായിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ആ പാട്ട് എഴുതുവാനിടയായി തീർന്ന അതിൻ്റെ പശ്ചാത്തലവും തൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് കൊടുത്തതായ ആ ആത്മീയ കാഴ്ചപ്പാടുകളും അതിനോടനുബന്ധിച്ചുള്ള അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു. കേൾവിക്കാർക്ക് അത് വളരെയേറെ അനുഗ്രഹമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സുനിൽ പി കോശി അവர்கள் എത്തുകഴിഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവാസനെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ ഇങ്ങനെ ഒരു അവസരം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ക്രമീകരിച്ച അരോമ ടിവിയിലൂടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർ അവറുകൾ ഒരു മുഖാന്തരം ഒരുക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം എനിക്കൊരു അവസരം നൽകിയതിനാൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. പ്രത്യേകിച്ച് ഈ അരോമ ടിവിയിലൂടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഡാനിയൽ ജോൺ ദൈവദാസന് പ്രാരംഭമായി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ അരോമ ടിവിയിലൂടെ എൻ്റെ ജീവിതാനുഭവങ്ങളും കർത്താവ് നൽകിയ ഗാനങ്ങളും കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവജനങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് സുനിൽ പി കോശി എന്നാണ്. പത്തനാപുരത്താണ് എൻ്റെ ജന്മസ്ഥലം. പത്തനാപുരത്തിനടുത്തായി അടൂരിലേക്ക് പോകുന്ന വഴിയിൽ ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എൻ്റെ ബാല്യം മുതൽ താമസിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളൊക്കെ ഈ ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുവാനിടയായി തീർന്നത്. എൻ്റെ കുടുംബം ഇപ്പോഴും ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ എൻ്റെ ഭാര്യയുടെ പേര് നാൻസി. കുഞ്ഞുങ്ങൾ 3 പേരാണ്. 3 പേരും വിദ്യാർത്ഥികളാണ്. മൂത്തത് മകനാണ് ഡാനി എസ് കോശി, രണ്ടാമത്തെ മകൾ ഡിയ എസ് ഗ്രേസ്, മൂന്നാമത്തെ മകൾ ഡിസ്നി എസ് മേരി. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഭവനത്തിലുള്ളത്. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി പഠനത്തിൽ ആയിരിക്കുന്ന സ്ഥലത്താണ്. മാതാപിതാക്കളുണ്ട്, അവർ കുടുംബ വീട്ടിലാണ് കഴിയുന്നത്.
1974 എൻ്റെ ജനനം. പിതാവിന്റെ പേര് ജോൺ കോശി എന്നാണ്. പത്തനാപുരം സ്വദേശിയാണ്, ശാലേംപുരം. മാതാവ് ഇളമണ്ണൂർ സ്വദേശിയാണ്, ഗ്രേസി കോശി എന്നാണ് മാതാവിന്റെ പേര്. സഹോദരങ്ങൾ 2 പേരാണ് എനിക്കുള്ളത്. എൻ്റെ ഇളയ സഹോദരൻ സുജിത്ത എന്നാണ് പേര്. ഇളയത് സഹോദരി മഞ്ജു. അവർ ചെങ്ങന്നൂരിൽ താമസിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ വിവരം. ഞാൻ പത്തനാപുരം സെൻട്രലിൽ ഉൾപ്പെട്ട IPC രഹബോത്ത് ഇളമണ്ണൂർ ചർച്ചിലെ വിശ്വാസിയായിട്ട് ഞങ്ങളുടെ പാസ്റ്റർ മത്തായിക്കുട്ടി അവറുകളോട് ചേർന്ന് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി ഈ ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ പ്രാഥമിക വിവരങ്ങൾ. എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ദൈവജനങ്ങൾക്ക് കേൾക്കുവാൻ, പാടുവാൻ, അനുഭവിക്കുവാൻ ഒക്കെ ഇടയായി തീർന്ന ഗാനമാണ് പ്രിയ ദേവദാസൻ പ്രാരംഭമായി ഓർമ്മപ്പെടുത്തിയതുപോലെ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. പ്രാരംഭമായി ഞാൻ ഏറ്റവും ആദ്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്, സാക്ഷ്യം പറയുമ്പോഴും പ്രബോധിപ്പിക്കുമ്പോഴും ഒക്കെ, പാട്ടിനെ കുറിച്ച് മറ്റുള്ളവർ ചോദിക്കുമ്പോഴും ഒക്കെ ആദ്യമേ തന്നെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു ഗാനരചയിതാവോ സംഗീതം ചെയ്യുന്ന ആളോ ഒരു ഗാനം നന്നായി പാടുവാൻ പ്രാപ്തിയുള്ള ആളോ ആയിരുന്നില്ല. അങ്ങനെ ഗാനം എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ പാടുവാനോ പ്രാപ്തിയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില പ്രത്യേക അനുഭവത്തിൽ കൂടി എൻ്റെ ജീവിതത്തിൽ വന്നതിനാലാണ് ഞാനിങ്ങനെ എൻ്റെ ജീവിതാനുഭവങ്ങളെ പശ്ചാത്തലമാക്കി ഈ ഗാനം പാടുവാൻ ഇടയായി തീർന്നത്. പ്രാരംഭമായി ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് മുൻപ് ദൈവം നൽകിയ ചില വരികൾ തന്നെ പാടുവാൻ ആഗ്രഹിക്കുന്നു. സാക്ഷ്യം പറയുന്നതിന് ആമുഖമായി ചില വരികൾ പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എത്ര സ്തുതിച്ചാലും പറഞ്ഞാലും തീരാത്തത്. എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എത്ര സ്തുതിച്ചാലും പറഞ്ഞാലും തീരാത്തത്. യേശു സൗഖ്യം നൽകും, അത് പൂർണ്ണ സൗഖ്യം, വരമേകിടും അതിശ്രേഷ്ഠവരം, ബലഹീനതയിൽ കൃപയാൽ തികയും ശക്തി, ബലഹീനതയിൽ കൃപയാൽ തികയും ശക്തി. എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എത്ര സ്തുതിച്ചാലും പറഞ്ഞാലും തീരാത്തത്. എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എത്ര സ്തുതിച്ചാലും പറഞ്ഞാലും തീരാത്തത്. പാടിയതുപോലെ എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എത്ര സ്തുതിച്ചാലും പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിച്ചതുപോലെ ഈ അനുഭവങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് ദൈവം വാസ്തവമായി ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെയാണ് ഈ വചനം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നത്. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. എന്റെ ഭാവിയെ ലാക്കാക്കി ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഞാൻ സഞ്ചരിച്ചപ്പോൾ
എന്റെ ഭാവിക്ക് കരുത്തു പകരുവാൻ, നന്മയുടെ വലിയ ഉറവിടം തേടിപ്പോയ, അല്ലെങ്കിൽ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ പരക്കം പാഞ്ഞോടിയ എന്നോട് ഒരു നാളിൽ ദൈവം പറഞ്ഞതുപോലെയാണ് ഈ വചനം അന്വർത്ഥമായി തീരുവാൻ ഇടയായി തീർന്ന വചനമാണ് ഞാൻ വായിച്ചത്. ദൈവം സംസാരിക്കുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ഒരുപക്ഷെ പേജ് മാറി മാറിയോ മറ്റാരുടെയൊക്കെയോ എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലോ അരോമ ടിവിയുടെ ഈ ജീവിതാനുഭവങ്ങൾ, പത്തനാപുരത്തെ സുനിൽ പത്തനാപുരം എന്ന് പറഞ്ഞ സഹോദരന്റെ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായ സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരം തരുവാൻ സർവശക്തനായ ദൈവം ഒരു മുഖാന്തരമായി ഈ സമയത്തെ ചിലപ്പോൾ മാറ്റുകയായിരിക്കാം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് വഴി ഏതാണെന്നോ, ഇനി എങ്ങോട്ട് പോകണമെന്നോ, എന്ത് തീരുമാനമെടുക്കുമെന്നോ, സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് നടന്ന് മടുത്ത് നിരാശ ബാധിച്ച് ഏതെങ്കിലും തകർച്ചയുടെ വക്കിൽ അവസാനത്തെ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയോ നിങ്ങളെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിനായി പ്രിയ സ്നേഹിത സഹോദരി, നിങ്ങൾ ഈ സമയം ഒന്ന് കാതോർക്കുമോ? ദൈവം സംസാരിക്കുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. എന്റെ ജീവിതത്തിലും ഒരുപാട് ചോദ്യങ്ങൾ പേറി നടന്ന വ്യക്തിയാ ഞാനും. എന്താകും, എവിടെയാകും, എങ്ങനെ ചെല്ലും, എന്തെല്ലാം കാര്യം നേടും, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടാതെ നടന്ന എന്നോട് ദൈവം തന്നെ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വലിയ ഒരു ചോദ്യം. പലരും ചോദ്യം ഉന്നയിക്കുന്നവരുണ്ട്, പലരും പലരോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പല ചോദ്യങ്ങളുമുണ്ട്, ഉത്തരങ്ങളുമുണ്ട്. എന്നാൽ ദൈവം തിരിച്ച് മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യത്തിന് എത്ര പേർക്ക് ഉത്തരം പറയുവാൻ കഴിയും? എന്റെ പരക്കമ്പാച്ചിലിൽ ഭൗതികമായ നേട്ടങ്ങൾ കൊയ്യുവാൻ വ്യഗ്രതയോടെ ഓടി നടന്ന എന്നോട് ദൈവത്തിന്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങി, എനിക്ക് ഇത് സാധ്യമാകുമോ, നടക്കുമോ, എങ്ങനെ സംഭവിക്കും എന്നുള്ള വിവിധ ചോദ്യങ്ങൾക്ക് മുൻപാകെ ദൈവത്തിന്റെ ഒരു ചോദ്യം മുഴങ്ങി കേൾക്കുവാനും ഇടയായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ദൈവത്തിന്റെ ചോദ്യമാ. ഞാൻ സാക്ഷ്യം പറയുന്നതിന് മുൻപ്, എന്റെ ചില അനുഭവങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയത്, ഒരുപക്ഷെ പല വിധത്തിലുള്ള ചോദ്യങ്ങളുമായി നടക്കുന്ന സഹോദരനോ സഹോദരിയോ ആകട്ടെ, ദൈവം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, എന്റെ വിചാരങ്ങൾക്ക് വിപരീതമായി, എന്റെ പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ദൈവം നൽകി. ഒരിക്കൽ ഞാൻ ഗുജറാത്തിൽ എന്റെ സഭയുടെ പാസ്റ്ററെ സന്ദർശിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ പാസ്റ്ററുടെ കുഞ്ഞ് 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്. അദ്ദേഹത്തിന്റെ പേര് സാങ്കുട്ടി എന്നാണ്, ഏഴംകുളത്തുള്ളതാണ് ആ ദൈവദാസൻ. അപ്പൊ അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തലേ ദിവസം ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിന് തുണി തേക്കണം, പാസ്റ്റർ മാമിക്ക് മറ്റെന്തോ അടുക്കളയിൽ ജോലി ചെയ്യണം. അപ്പൊ ഈ 6 മാസം പ്രായമായ കുഞ്ഞിനെ സുനിൽ ബ്രദറെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നു. ഈ കൊച്ചു കുഞ്ഞിനോട് ഞാൻ എന്ത് പറയും എന്ന് ഓർത്ത് അതിന്റെ കരച്ചിലടക്കുവാൻ വലിയ പാടുപെട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ആകാശത്തേക്ക്, വീടിന്റെ മുകളിലെ നിലയിലാണ്, ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഈ കുഞ്ഞിനോട് ദൈവമേ കർത്താവേ എന്ന് പറയുമെന്ന് ഓർത്തപ്പോൾ അറിയാതെ എന്റെ ഉള്ളത്തിൽ ദൈവം നൽകിയ വരികൾ, പാർത്തലത്തിൽ സമശിഷ്ടങ്ങൾ എത്രയോ വീണിടുന്നല്ലോ, പാർത്തലത്തിൽ സമശിഷ്ടങ്ങൾ എത്രയോ വീണിടുന്നല്ലോ, ഒരു നാളും കരുതിയില്ലേ നിന്റെ വേലക്കാരൻ ആയിടുമെന്ന്, ഒരു നാളും കരുതിയില്ലേ നിന്റെ വേലക്കാരൻ ആയിടുമെന്ന്.
ഒരു നാളിൽ ഞാൻ എഴുന്നേറ്റു, യേശുവിന്റെ കരം ഗ്രഹിച്ച്, നരിയാണി ഉറപ്പിച്ചവൻ കണ്ണോ തുറന്നും തന്നു. നരിയാണി ഉറപ്പിച്ചവൻ കണ്ണോ തുറന്നും തന്നു. ഞാൻ ആ കുഞ്ഞിനോട് പാടിയത്, സംസാരിച്ചത്, ഒരു നാളും കരുതിയില്ലേ നിന്റെ വേലക്കാരൻ ആയിടുമെന്ന്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് ദൈവത്തിന്റെ ശബ്ദം കിടക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ചിലതൊക്കെ നേടിയെടുക്കുവാൻ, ഒന്ന് സ്വസ്ഥമാകുവാൻ, ശാന്തമാകുവാൻ ഓടി നടന്ന ആ അനുഭവങ്ങളൊക്കെ ഓർത്തപ്പോഴാണ് ഞാൻ അന്ന് ആ കുഞ്ഞിനോട്, ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് സന്ദർശിച്ച നാളിൽ ആ കുഞ്ഞിനോട് പറഞ്ഞതുപോലെ പാടിയതുപോലെ, ഒരു നാളും കരുതിയില്ലേ നിന്റെ വേലക്കാരൻ ആയിടുമെന്ന്. ഞാൻ ഒരു നാളും കരുതിയില്ല ഇങ്ങനെ ഒരു അരോമ ടിവിയുടെ ഈ ചാനലിൽ ഇങ്ങനെ പ്രിയ ഡാനിയൽ ജോൺ ദൈവദാസനുമായി ഇങ്ങനെ ദൈവിക അനുഭവങ്ങൾ പങ്കുവെക്കുമെന്നോ, ഞങ്ങൾ ഇങ്ങനെ കാണുമെന്നോ, അനേകർക്ക് ഇത് മുഖാന്തരമായി എന്റെ ജീവിതാനുഭവങ്ങൾ അവർക്ക് എത്തുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിരിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ രീതികൾ വ്യക്തമാകുന്നു. അത് മനുഷ്യന്റെ വിചാരങ്ങളെക്കാൾ, മനുഷ്യന്റെ വഴികളെക്കാൾ ഉയർന്നിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ബാല്യകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, ബാല്യകാലം ദൈവികമായി അടുത്തും അകലം വിട്ടും സഞ്ചരിച്ചൊരു കാലഘട്ടമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സന്ദർഭങ്ങളിൽ ഒരു ദൈവദാസൻ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് കടന്നു വരുവാനിടയായി. 3 ദൈവദാസന്മാരാണ് എൻ്റെ ജീവിതത്തിൽ ദൈവികമായ ബന്ധത്തിലേക്ക്, എൻ്റെ ബാല്യപ്രായത്തിൽ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുള്ള ആ സന്ദർശനം ഞങ്ങളുടെ ദേശത്ത് നടത്തിയത്. അതിൽ ബാപ്റ്റിസ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ബാപ്റ്റിസ്റ്റിന്റെ സുവിശേഷകനായിരുന്ന പാസ്റ്റർ മാത്യു അവറുകളുണ്ട്, മത്തായിക്കുട്ടി. അദ്ദേഹം ഞങ്ങൾ പാർത്തിരുന്ന സകല പ്രദേശങ്ങളിലും സകല വീടുകൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോയിരുന്നു. പല ഭവനങ്ങൾ പ്രാർത്ഥിക്കുകയും, ഒരുപക്ഷെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ ആണെങ്കിലും രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിന്റെ ബാല്യപാഠങ്ങൾ, ആദ്യത്തെ ആ അനുഭവങ്ങളൊക്കെ മത്തായി പാസ്റ്ററിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് തുടർന്ന് പോകുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏഴംകുളം സ്വദേശിയായ, തൊടുവുക്കാട് സ്വദേശിയായ ശമൂവേൽ എന്ന് പറഞ്ഞ ദൈവദാസൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്ദർശനം നടത്തുകയും പ്രദേശങ്ങളിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നത്. അപ്പോഴും ദൈവികമായ ബന്ധങ്ങളൊന്നും അധികമായി ആഴത്തിലേക്ക് മനസ്സിലാകാതെ ഇരുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ക്രിസ്മസിന് ഒരു പ്രോഗ്രാം നടത്തി, ഒരു പ്രാർത്ഥന അല്ലെ ഒരു ക്രിസ്മസിന് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ നറുക്കെടുപ്പ് വെച്ചപ്പോൾ അതിനകത്ത് സമ്മാനം വെച്ച കൂട്ടത്തിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ബാക്കി 4 സമ്മാനങ്ങളും ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ അവസാനത്തെ സമ്മാനമായിട്ടാണ് ബൈബിൾ വെച്ചിരുന്നത്. പക്ഷെ അത് ആർക്കും ആവശ്യമില്ലാതിരുന്നപ്പോൾ ആ സമ്മാനം കിട്ടിയ വ്യക്തി പോലും അതൊന്നും വാങ്ങിയില്ല. അത് രാജു എന്ന് പറഞ്ഞ അച്ചായന്റെ വീട്ടിലെ അലമാരിയിൽ അങ്ങനെ നാളുകളായിട്ട് ആ ബൈബിൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിത്യം ആ വീട് സന്ദർശിക്കുകയും നല്ല സൗഹൃദവുമായിരുന്നത് കൊണ്ട് ഒരിക്കൽ ഞാനത് ചോദിച്ചു, എടുത്തു പറഞ്ഞു, ഈ ബൈബിൾ ഇങ്ങനെ ഒരുപാട് നാളായല്ലോ, ഇതിന് അവകാശികൾ ആരും വന്നില്ലേ എന്ന് ചോദിച്ചു. അന്നേരം പ്രിയ രാജച്ചാൻ ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, സുനിലേ, ബാക്കി 4 സമ്മാനവും അതിന്റെ അവകാശികൾ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നാൽ ഈ സമ്മാനം, ബൈബിൾ എന്ന സമ്മാനം, ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അന്ന് മുതൽ ഈ അലമാരിയിൽ ഇരിക്കുകയാണെന്ന്. എന്തോ പെട്ടെന്ന് ഞാൻ രാജച്ചായനോട് ഒരു ചോദ്യം ചോദിച്ചു, അച്ഛാ,
ആർക്കും വേണ്ടാത്ത ആ സമ്മാനം എനിക്ക് തരാമോ എന്ന് ഞാൻ അറിയാതെ ഒരു ചോദ്യം ചോദിച്ചു. അതെങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛായ, ആർക്കും വേണ്ടാത്ത ആ സമ്മാനം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ആ സമ്മാനം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായി തീരുവാനിടയായി. ഒരുപക്ഷെ ദൈവം നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തുവെന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിയാതെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ആർക്കും വേണ്ടാത്ത ആ സമ്മാനം അങ്ങനെ ഇരുന്ന് പോകാതെ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചത് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ഈ അരോമ ടിവിയിൽ ഇരുന്ന് എന്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളോട് പറയുവാൻ തക്ക വിധത്തിൽ എന്നെ മാറ്റിമറിച്ച ദൈവത്തിന്റെ ആ വലിയ സമ്മാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു നാള് കരുതിയില്ലേ നിന്റെ വേലക്കാരൻ ആയിടുമെന്ന്. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ വചനം ഇപ്രകാരം പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ഒരുപക്ഷെ പകച്ചു നിൽക്കുന്ന സ്നേഹിത സഹോദരി, എങ്ങോട്ടാണ് എവിടേക്കാണെന്ന് പകച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ സ്നേഹബുദ്ധിയ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഈ ദൈവത്തിനോട് നിങ്ങളൊന്ന് സമർപ്പിക്ക്. ദൈവത്തോടൊരു ചോദ്യം ചോദിക്ക്. ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് സമർപ്പിക്ക്. ആ ജീവനുള്ള ദൈവം എന്നെ മാറ്റിമറിച്ച് എന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് ബലം പകരുവാൻ, ഒരു ഗാനം എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ പാടുവാനോ പ്രാപ്തിയില്ലാത്ത എന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ആയിരങ്ങൾക്ക് പാടി ആശ്വസിക്കുവാൻ തക്ക വിധത്തിലുള്ള ഗാനം പുറത്തു കൊണ്ടുവരുന്ന ദൈവം, ആ ദൈവം ചോദിക്കുന്നത്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആ സമ്മാനം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ എന്റെ ജീവിതാനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, നാളെ നിങ്ങൾ ആരാകുമെന്നോ, നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കുമെന്നോ, സഹോദരി നിങ്ങളുടെ ജീവിതാനുഭവത്തെ എവിടം വരെ ദൈവം ഉദ്ദേശിക്കുന്നുവെന്നോ, എവിടെ വരെ കൊണ്ടെത്തിക്കുമെന്നോ ആർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പ്രാരംഭ പുസ്തകങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്നെ ഓർക്കുവാനോ, നിന്നെ കൊണ്ടുവരുവാനോ, നിന്നെ ഒന്ന് നടത്തുവാനോ, നിനക്കൊരു വഴി തരുവാനോ, ഒരു വാതിൽ തുറന്നു തരുവാനോ ഒരുപക്ഷെ ആരുമില്ല എന്ന് ഓർത്ത് തകർച്ചയോടെയോ വേദനയോടെയോ നിരാശയോടെയോ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളെ കൊണ്ടുവന്നാക്കുന്ന, പുറപ്പെടുവിക്കുന്ന ദൈവം കൊണ്ടുവന്നാക്കുവാൻ ശക്തിയുള്ളൊരു ദൈവമാണ്. മൂന്നാമതൊരു ദൈവദാസൻ ഞങ്ങളുടെ പ്രദേശം സന്ദർശിക്കുവാൻ ഇടയായി. ഇപ്പോഴദ്ദേഹം ബോംബെയിലാണ് താമസിച്ച് സുവിശേഷ വേലയുടെ ഭാഗമായിരിക്കുന്നത്. ഇവിടെ അടൂരിനും പത്തനാപുരത്തിനും ഇടയ്ക്ക് മങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്ത് കുഞ്ഞുമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പോൾ ബോംബെയിലാണ്. വലിയൊരു മഴയുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനായി അദ്ദേഹം ഓടിക്കയറി വന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ്. അദ്ദേഹം വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. അപ്പൊ വലിയൊരു മഴ വരുന്നതിന് മുൻപ്, പ്രത്യേകിച്ച് ഒരു സീസണിലെ ആദ്യത്തെ മഴയായതുകൊണ്ട് ഞാനും അമ്മയും വളരെ താല്പര്യത്തോടെ ഇരിക്കുക. വീടിന്റെ മുൻവശം മുഴുവൻ റബ്ബർ തോട്ടമായതുകൊണ്ട് ആദ്യത്തെ മഴ വരുമ്പോൾ മഴ നനഞ്ഞ് ഭാരത്തോടെ ഉണങ്ങി നിൽക്കുന്ന വിറകുകളെല്ലാം വീഴും. റബ്ബർ മരമാണ്. ഇത് പറക്കിയെടുക്കാൻ തയ്യാറായി റബ്ബർ തോട്ടത്തിലേക്ക് പോകാൻ തയ്യാറായി ഓടാൻ നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ദൈവദാസൻ ഓടിക്കയറി വരിക, മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. ഞാനും അമ്മയും മുഖത്തേക്ക് മുഖം നോക്കി. വീട്ടിലേക്ക് കയറി വന്ന ദൈവദാസനാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹത്തിന് ഇരിക്കാൻ കസേര എടുത്തിട്ട് കൊടുത്തു. മഴയുടെ വലിയ ശക്തി ഉള്ളത് കൊണ്ട് വെള്ളം മുറിക്കകത്തേക്ക് വരെ അടിച്ചു കയറിയ, കഥ കടച്ചു.
അദ്ദേഹം കസേരയിൽ ഇരുന്ന് യേശുവിനെ കുറിച്ചും ദൈവസ്നേഹത്തെ കുറിച്ചും രക്ഷയുടെ അനുഭവത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോഴും കൂടുതലായി കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും രക്ഷകനും കർത്താവുമായി യേശുവിനെ സ്വീകരിക്കുവാനുള്ള അവസരത്തെക്കുറിച്ച് അദ്ദേഹം ബോധ്യപ്പെടുത്തിയത് കൊണ്ട് കണ്ണുനീരോടെ ഞാനും എൻ്റെ അമ്മയും ആ വലിയ പെരുമഴയുടെ നടുവിൽ എന്റെ ഭവനത്തിനകത്ത് തന്നെ, അപ്പോഴേക്കും വെള്ളമൊക്കെ കതകിനിടയ്ക്കൂടൊക്കെ അടിച്ച് മുറിയിലേക്ക് വരികയാണ്. അത്രമാത്രം ഭയാനകമായ വലിയ മഴയായിരുന്നു. എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് ദൈവവചനം പറയുകയും പ്രാർത്ഥിക്കുകയും രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഞാനും എൻ്റെ അമ്മയും കണ്ണുനീരോടെ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു. എന്നാൽ അത് എവിടേക്കുള്ള നടത്തിപ്പാണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം തുടർച്ച കിട്ടാതെ പോയി. വല്ലപ്പോഴും പള്ളിയിൽ പോകും, അല്ലെ കരിസ്മാറ്റിക്കിന്റെ മീറ്റിങ്ങുകളിലൊക്കെ ആ സമയങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. കരിസ്മാറ്റിക്കിന്റെ അനുഭവങ്ങളൊക്കെ വല്ലപ്പോഴും പോകും. അങ്ങനെയുള്ളൊരു ബന്ധം അകലം വിട്ട് സഞ്ചരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഉപദേശി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, മഴയുടെ ആ ഭീകരത അവസാനിച്ചു. പാസ്റ്റർ പതുക്കെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഞാനും അമ്മയും മുഖത്തേക്ക് മുഖം പഴയതുപോലെ നോക്കി. കാരണം വീടിന്റെ മുൻവശത്ത് വരെ വീണ് കിടന്ന റബ്ബർ കഷ്ണങ്ങളും വിറകിന്റെ ആ കഷ്ണങ്ങൾ മുഴുവൻ ആളുകൾ പറക്കിക്കൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പാസ്റ്റർ ഞങ്ങളുടെ വീടിന്റെ താഴേക്കുള്ള ഭാഗത്തേക്ക് നടന്നുപോയി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞില്ല, വലിയ ശബ്ദം കേൾക്കുന്നു. ഒരു റബ്ബർ മരത്തിന്റെ നേരെ പകുതി ഒടിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. ഞാനും അമ്മയും അപ്പോൾ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ അതിശയപ്പെട്ടു. ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതി ആദ്യം അങ്ങനെ മുഖത്തേക്ക് മുഖം നോക്കിയത്. ഈ പാസ്റ്റർ വന്ന് ഇവിടെ ഇരുന്ന് പല കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നും കിട്ടിയില്ലല്ലോ, ശൂന്യമായല്ലോ എന്ന് കരുതി. നേരെ 2-3 മിനിറ്റിന് ശേഷം കാണുന്നത് ഈ ഒരു അനുഭവമാണ്. അതുവരെ വീഴാതെ ഇരുന്ന ഒരു വിറകിന്റെ ഭാഗം. ഞാനത് പറയുന്നത് വെറുതെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതി വിഷമത്തോടെ ഇരിക്കുമ്പോൾ ആ സമയത്ത് അത് ചെയ്തത് ഞങ്ങൾക്കൊരു അടയാളമായി, ഒരു അത്ഭുതമായി തീരുവാനിടയായി. ഒരു അടയാളം ഇന്നും അത് നന്ദിയോടെ ഓർക്കുന്നു. ആ ദൈവദാസൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കാലുവെക്കുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഒരാൾ ദൈവത്തിനായി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാ പോയത്. എനിക്ക് ദൈവികമായി ബന്ധം അധികമില്ല, സഹോദരങ്ങൾക്കില്ല, മാതാപിതാക്കൾക്ക് അധികമായി ദൈവിക ബന്ധമോ വലിയ ആത്മാർത്ഥതയോ അങ്ങനെ ഒന്നുമില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ആ ദൈവദാസൻ കാലെടുത്ത് വെളിയിലേക്ക് വെക്കുമ്പോൾ വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത്, ഈ വീട്ടിൽ നിന്ന് ഒരാൾ ദൈവത്തിനായി ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദൈവത്തിന്റെ വചനം 118 സങ്കീർത്തനം അതിന്റെ 17 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, ആ വീട്ടിൽ നിന്ന് അന്ന് ആ ദൈവദാസൻ ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞതിന്റെ ആ ദൈവത്തിന്റെ വചനം യാഥാർത്ഥ്യമാകുന്നത് പോലെയാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് അരോമ ടിവിയിലൂടെ ഈ ദൈവദാസനോട് എന്റെ അനുഭവങ്ങൾ പങ്കിടുന്നത്. അത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കേൾക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ എവിടേക്ക് പോകുന്നുവെന്നും എവിടേക്ക് തിരിയുമെന്നുവെന്നും വ്യക്തമായി സംസാരിക്കുവാൻ, നയിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവാണ്. ആ ദൈവത്തിന്റെ വചനമാ പറയുന്നത്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. എന്നാൽ രക്ഷയുടെ ഒരു പൂർത്തീകരണം ഒന്നും മനസ്സിലാകാതെ ഇരുന്ന സന്ദർഭമാണ്. കാരണം തുടർച്ച കിട്ടാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും പഠിക്കണം. അപ്പോഴേക്കും SSLC വിദ്യാഭ്യാസം കഴിഞ്ഞു, പ്രീ ഡിഗ്രിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഉടനെ എൻ്റെ ഒരു കസിൻ ജോസഫ് എന്ന് പറയും, കടമ്പനാട് സ്വദേശിയായ ജോസഫ് ചായൻ എന്നെ ഉടനെ ഗുജറാത്തിലേക്ക് വിളിച്ചു. ഗുജറാത്തിലെ വെരാവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ റയോൺ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ബിർളയുടെ കമ്പനിയിൽ, അവിടുത്തെ ഗവൺമെന്റ് ITIയിൽ എന്നെ ചേർത്ത് പ്രാക്ടിക്കലിനായിട്ട് വെരാവലിലുള്ള ഇന്ത്യൻ റയോൺ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ പഠിക്കുകയും അതിന്റെ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടും ഇരിക്കുകയായിരുന്നു. ആദ്യ സന്ദർഭം കുറച്ച് മാസങ്ങൾ കടന്നു പോയപ്പോഴേക്കും ശാരീരികമായി വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പെട്ടെന്നുണ്ടായി. എന്താണെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ശരീരം വലിഞ്ഞു മുറുകുന്നത് പോലെ, സംസാരിക്കുന്നതിന് പ്രയാസം, ശബ്ദം കേൾക്കുന്നതിന് പ്രയാസം, പുസ്തകം വായിക്കുന്നതിന് പ്രയാസം, ജോലി ചെയ്യുന്നതിന് പ്രയാസം, ശരീരത്തെ എന്തോ ഒന്ന് വലിഞ്ഞു മുറുക്കുന്നത് പോലെയുള്ളൊരു അനുഭവം തോന്നിത്തുടങ്ങി. പള്ളിയിൽ ഈ മണി മുഴങ്ങുന്നത് പോലെ ശബ്ദം കേട്ടിട്ട്
കാതുകളിൽ ഇങ്ങനെ പള്ളിയിലെ മണിമുഴക്കം പോലെ കാതുകളിൽ കേൾക്കും. അപ്പൊ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ മരണം മരണം മരണമെന്ന് കേൾക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം, ഒരു ഭീതിയുടെ അനുഭവം ഉണ്ടാകുവാനിടയായി. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും അസുഖമായിരിക്കാം, തലയ്ക്ക് വേദനയുണ്ട്, കണ്ണിന് പ്രയാസമുണ്ട്, കാതുകൾക്ക് കേൾക്കാൻ പ്രയാസമുണ്ട്, ശരീരത്തിന് കാലെടുത്ത് തറയിൽ അമർത്തി ചവിട്ടി നടക്കുവാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസം വന്നതുകൊണ്ട് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ അല്പ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു വിടുതലായി, ഒരു പൂർണ്ണ സൗഖ്യമായി തോന്നാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്നുള്ളൊരു താല്പര്യം ജീവിതത്തിലുണ്ടായി. അപ്പോഴേക്ക് ഈ സമയം, എന്റെ പ്രയാസമുണ്ടായ സന്ദർഭങ്ങളും ആ സമയവും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നാട്ടിൽ അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുക. ഇവിടെ സംഭവിക്കുന്നത്, വീടിന്റെ സമീപത്തെ വീട്ടില് ഉണ്ടായിരുന്ന ഏകദേശം 20 വയസ്സോളമുള്ള ഒരു ചെറുപ്പക്കാരൻ, BSF ജോലി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന് അപകടമുണ്ടായി. അദ്ദേഹം മരിച്ച് ചിതാഭസ്മമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബോഡി നാട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് വസ്തു സംബന്ധമായ ചില വിഷയങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ചിതാഭസ്മം കൊണ്ടുവന്ന് അതിന്റെ ക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ മകന്റെ മാതാവിന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായി, ഒരു തീരുമാനമുണ്ടായി. ഞങ്ങളുടെ മകൻ മരിച്ചു പോയത് ഈ വസ്തു സംബന്ധമായി ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട്, അവരാരെങ്കിലും ആഭിചാര പ്രവൃത്തി ചെയ്തത് കൊണ്ടായിരിക്കാം എന്നൊരു ധാരണ ആ മാതാവിനുണ്ടായി. അപ്പൊ 1-2 പേരുമായി അവർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തത്, ഞങ്ങളുടെ മകൻ മരിച്ച് ചിതാഭസ്മമായി കൊണ്ടുവന്നതുപോലെ ഞങ്ങൾക്കും പ്രതികാരം ചെയ്യണം. പ്രതികാരം ചെയ്യുമ്പോൾ പ്രതികാരത്തിന് ഇരയാകുന്ന വ്യക്തിയും മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിനകത്ത് അവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് ആ മാതാവിന്റെ കണ്ണുകൊണ്ട് കാണണമെന്നുള്ളൊരു ചിന്തയുണ്ടായി. അപ്പൊ കേവലം സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായ ഒരു സഹോദരിയുടെ ഹൃദയത്തിൽ ഒരു പ്രതികാരത്തിന്റെ ചിന്ത വരികയാണ്. ഞാൻ ഓർത്തുപോയി, ഇങ്ങനെ ഒരു തീരുമാനം ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ സങ്കീർത്തനത്തിൽ 83 അതിൽ ഓർമ്മപ്പെടുന്നത്, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അതിനെ മുട്ടിച്ചു കളയുക, അതിന്റെ പേര് പോലും ഇനി എന്ത് ചെയ്യരുത്, പറയരുതെന്നുള്ള അത്ര തീവ്രമായ ഒരു തീരുമാനം പോലെ കേവലം വീട്ടമ്മയായ ഒരു സഹോദരി തീരുമാനമെടുത്ത് ആഭിചാര പ്രവർത്തകന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഞങ്ങളുടെ മകൻ മരിച്ച് ചിതാഭസ്മമായി കൊണ്ടുവന്നതുപോലെ ഞങ്ങൾ പ്രതികാരം ചെയ്യുമ്പോൾ പ്രതികാരത്തിനിരയാകുന്ന വ്യക്തി മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിനകത്ത് അവരുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കണം. ഇതാ മന്ത്രവാദിയുടെ ആഭിചാര പ്രവർത്തകന്റെ മുമ്പിൽ വെച്ച അവരുടെ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ വരുവാനായിട്ട് അവർ തെരഞ്ഞെടുത്തത് സ്വതവേ വസ്തു സംബന്ധമായ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആഭിചാര പ്രവൃത്തി ഞങ്ങൾ ചെയ്തതാണെന്ന് ആ മാതാവും കുടുംബവും തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ ആരും ഇതൊന്നും അറിയുന്നുമില്ല, ഇതിന്റെ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് പോകേണ്ട കാര്യവുമില്ല. ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത സന്ദർഭങ്ങളിലാണ് ഈ ആഭിചാര പ്രവൃത്തി നടക്കുന്നത്. ആഭിചാര പ്രവൃത്തി നടത്തുന്ന ആ വ്യക്തി പറഞ്ഞിട്ടുള്ളതായിട്ടാണ് പിന്നീട് കേൾക്കുവാനിടയായി തീർന്നത്, ഇത് ദുർമന്ത്രവാദമാണ്, കഠിന മന്ത്രവാദമാണ്. അവരാഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തി ദൂരദേശത്ത് നിന്ന് കൊണ്ടുവരണമെങ്കിൽ അടുത്ത സമീപത്തുള്ള 1-2-3 വീട്ട് നോക്കിയപ്പോ അതിലില്ല, ആരും തന്നെ വെളിയിൽ പോയിട്ടില്ല. അപ്പോൾ ആ ഏറ്റവും അതിനുശേഷമുള്ള വ്യക്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത് ഞാനുമായതുകൊണ്ട് എന്റെ ഡീറ്റെയിൽ ആണ്, ഞാൻ മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിനകത്ത് കൊണ്ടുവന്നിറക്കുന്നത് കാണാനായിട്ടാണ് അവർ ആഭിചാര പ്രവർത്തകന്റെ മുമ്പിൽ കണ്ടീഷൻ വെച്ചത്. ആഭിചാര പ്രവർത്തകൻ തിരിച്ചു പറഞ്ഞത്, ഇത് ദുർമന്ത്രവാദമാണ്. ചില പേരും തന്നെയുമല്ല, ഞങ്ങൾ ആഭിചാര പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ ആഭിചാര പ്രവൃത്തിയെ സഹായിക്കേണ്ടതിന് ഒരു പുരുഷനെ കൂടെ ആവശ്യമാണെന്നും പറഞ്ഞു. ചിലപ്പോൾ എന്റെ ഈ അനുഭവങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും പല സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഈ 2025-ലും നിങ്ങൾ ഇത് പറയുന്ന ഇങ്ങനെ ആഭിചാരമോ മന്ത്രവാദമോ, ഒരു മനുഷ്യനെ കൊല്ലാനോ ഒരു മനുഷ്യനെ അവസാനിപ്പിക്കാനോ ഈ ആഭിചാരത്തിന് കഴിയുമോ? ഇത് സത്യമാണോ? ഇതെന്താണ് യാഥാർത്ഥ്യമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിത, എനിക്ക് പറയുവാൻ ഒരു മറുപടിയേ ഉള്ളൂ. ഈ ആഭിചാര പ്രവൃത്തി നടന്നത് മുഖാന്തരമാണ് എന്റെ ജീവിതത്തിൽ ഈ വരിഞ്ഞു മുറുക്കപ്പെടുന്ന അനുഭവം ഉണ്ടായത്. സംസാരിക്കാൻ പ്രയാസമായി, ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങളെ കൊല്ലുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മുൻപോട്ടുള്ള ഗമനത്തെ സ്ലോയാക്കുവാൻ, അസഹ്യപ്പെടുത്തുവാൻ, ബുദ്ധിമുട്ടിക്കുവാൻ എനിക്കുണ്ടായ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ, പുസ്തകം വായിക്കുവാൻ പ്രയാസമായി കണ്ണുകൾക്ക് പ്രയാസം, കേൾക്കുവാൻ കാതുകൾക്ക് പ്രയാസം, സംസാരിക്കുവാൻ പ്രയാസം, നടക്കുവാൻ പ്രയാസം,
സകല തരത്തിലും ശരീരം ബന്ധിക്കപ്പെട്ട അനുഭവത്തിലുള്ള ഒരു വിഷയത്തിലാ ഞാൻ തിരിച്ച് 3 ദിവസങ്ങളായി യാത്ര ട്രെയിനിൽ ചെയ്തു. രാത്രിയിൽ തന്നെ അല്ലെ യാത്രയിൽ തന്നെ മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ട് ആഹാരം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാതെയാണ് ഗുജറാത്തിൽ നിന്ന് 1994 ഒക്ടോബർ മാസം 16-ാം തീയതി ബുധനാഴ്ചയാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിൽ വന്നു ചികിത്സിക്കാനായിട്ട്. ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ, സംശയം നിങ്ങൾ ഒരുപക്ഷെ പകച്ചു നിൽക്കുന്ന വ്യക്തിയാണ്, ഇത് സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. എന്റെ മേൽ ഇത് മുഖാന്തരം ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ പാടിയ ഗാനമാണ് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. ഞാനൊരു ഗാനരചയിതാവല്ല, എഴുത്തുകാരനല്ല, സംഗീതം എന്തെന്ന് എനിക്കറിയുകയില്ല, നന്നായി പാടുവാനും പ്രാപ്തിയില്ലാത്ത ആളാണ്. അങ്ങനെയുള്ള എന്റെ മേൽ ദൈവം ഈ ഗാനം ഈ ഒരു ആഭിചാര പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടായി ഞാൻ അനുഭവിച്ച തിക്തവേദനയുടെ എന്റെ ശരീരം വരിഞ്ഞു മുറുക്കുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ഗാനം ഞാൻ പാടുവാനിടയായി തീർന്നത്. അനേക ആളുകൾ, അനേക ദൈവജനങ്ങൾ വിദേശത്തും സ്വദേശത്തും പല ഭാഷകളിലായി പാടി ആരാധിച്ച് ആശ്വാസം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി തീർന്നത് ഈ പ്രയാസങ്ങളുടെയും ബന്ധനങ്ങളുടെയും ആഭിചാരത്തിന്റെയും നടുവിൽ ഞാൻ അനുഭവിച്ച വേദനാജനകമായ അനുഭവങ്ങൾ നിമിത്തമാണ്. അപ്പോൾ ഈ സമയം കൂട്ടി നോക്കിയപ്പോൾ ഇതിന്റെ പിന്നെ അപ്പോഴേക്കും വീടിന്റെ പരിസര പ്രദേശത്ത് നിന്ന് വീട്ടിൽ ജോലി നടന്നുകൊണ്ടിരുന്ന ആളുകൾ തന്നെ, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെ ആഭിചാര പ്രവൃത്തി ചെയ്തു കൊണ്ടുവച്ച പല സാധനങ്ങളും അവിടെ നിന്ന് എടുക്കുവാനും അതുകൊണ്ട് നശിപ്പിക്കുവാനും ഇടയായി തീർന്നു. എന്നിട്ടും വീട്ടുകാർക്ക് വിശ്വാസം വന്നില്ല, ഇതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ ഞാൻ ഈ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ രക്ഷപ്പെടുവാനായി മറ്റൊരു ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് രക്ഷപ്പെടുവാനായി 94 ഒക്ടോബർ മാസം 16-ാം തീയതി ബുധനാഴ്ച ഞാൻ എന്റെ വീട്ടിലെത്തി. വൈകുന്നേരം വീട്ടിൽ വന്നു. രാത്രി 11 മണിയായി. പ്രാർത്ഥനയ്ക്കായി ഞാനും എന്റെ അമ്മയും മാത്രം അവിടെ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലുകളെ മടക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന വേദനയോ പ്രയാസങ്ങളോ ഒന്നും മറ്റാർക്കും തന്നെ അറിയുന്നില്ല. എന്റെ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, നേരം വെളുക്കുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഡോക്ടറെ പോയി കാണണം, എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്, തലയിൽ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു എന്നെ ഭരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും ഞാൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, എന്റെ കർത്താവേ, ഒരിക്കലും മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ജീവനോടെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം അത്രമേൽ ശരീരത്തെ അസഹ്യമാക്കി വരിഞ്ഞു മുറുക്കുന്ന അനുഭവത്തിലാണ് ആഹാരം കഴിക്കാതെയും ട്രെയിനിൽ ഉറങ്ങാതെയും ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. എന്റെ ഒറ്റ ചിന്ത, രാവിലെ ഡോക്ടറെ കാണാൻ പോകണം. സകലതും അറിയുന്ന ദൈവം, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനമാ പ്രാരംഭ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ശരീരത്തിന് വേദനയുണ്ട്, അസഹ്യമാണ്. എങ്കിലും മാതാവ് പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ ചെന്നിരുന്നു. സഹോദരങ്ങൾ രണ്ടുപേരും ഉറക്കമാണ്. 11 മണിക്ക് പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലുകളെ മടക്കി രണ്ടുപേരും, ഞാനും അമ്മയും ചേർന്നൊരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. അമ്മ കൈവശം ഇരുന്ന ബൈബിൾ നീട്ടി എന്റെ അടുത്തേക്ക് ഇങ്ങനെ നിരക്കി തന്നു. വായിക്ക് മോനെ എന്ന് പറഞ്ഞ് ബൈബിൾ തുറന്ന് എന്റെ അടുത്തേക്ക് തന്നു. വായിക്കുന്നു. ശരീരത്തിൽ അസഹ്യമായി പ്രയാസത്തോടെ ഇരിക്കുന്ന ഞാൻ നോക്കി. 118-ാം സങ്കീർത്തനമാണ്. വായിക്കുവാൻ പ്രയാസമുണ്ട്, പുസ്തകത്തിലേക്ക് നോക്കുവാൻ പ്രയാസമുണ്ട്. എങ്കിലും ഞാൻ 1-ാമത്തെ വാക്യം വായിക്കുവാൻ തുടങ്ങി. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു വാക്യം വായിച്ചപ്പോൾ തന്നെ എന്റെ ശബ്ദം അതിഭയങ്കരമായി ഈ വാക്യം വായിച്ചപ്പോൾ മുഴങ്ങി കേൾക്കുന്നത് എന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. സൗണ്ട് സിസ്റ്റം വെച്ചാൽ ഉണ്ടാകാത്ത രീതിയിൽ അതിഭയാനകമായ ശബ്ദം, ഈ ദൈവത്തിന്റെ വചനം മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. ഞാൻ ഭയപ്പെട്ടു പോയി. മുഴങ്ങി കേൾക്കത്തക്ക വിധത്തിലുള്ള ഒരനുഭവം വീട്ടിലില്ല. പഴയ ആസ്ബറ്റോസ് ആണ്, ഷീറ്റാണ് വീട്ടിലിട്ടിരിക്കുന്നത്. ഭയങ്കരമായി അതിഭയാനകമായി മുഴങ്ങി കേൾക്കുകയാ. ഞാൻ ഭയപ്പെട്ടു. കണ്ണു തുറന്നു നോക്കി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വീണ്ടും കണ്ണുകളുടെ വേദനയെ സഹിച്ചുകൊണ്ട്, ശരീരത്തിന്റെ പ്രയാസത്തെ അവഗണിച്ചുകൊണ്ട് അടുത്ത വാക്യങ്ങളിലേക്ക് എന്റെ ശ്രദ്ധയെ തിരിഞ്ഞു. 7-8 വാക്യങ്ങളുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പെട്ടെന്ന് എന്റെ ചിന്ത, നേരം വെളുത്താൽ ഉടനെ ഡോക്ടറെ കാണാൻ പോകാനാണല്ലോ എന്റെ ചിന്ത. എന്നാൽ ദൈവത്തിന്റെ വചനം അന്ന് രാത്രിയിൽ എന്നോട് സംസാരിക്കുക,
എന്റെ ശരീരത്തിന്റെ വേദനയെ അവഗണിച്ച് വായിക്കുവാൻ പ്രയാസമാണെങ്കിലും കേൾക്കുവാൻ പ്രയാസമാണെങ്കിലും ഞാൻ ആ വാക്യം വായിച്ചത് വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തി. കുഞ്ഞെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാൻ വേദപുസ്തകം വായിച്ച് ഞാനൊന്നും കരഞ്ഞിട്ടില്ല, കരച്ചിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു അനുഭവമൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിക്കുന്നത് പോലെ, എന്റെ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ ആഴമായി അകത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ സകല വിഷയങ്ങൾക്ക് പരിഹാരം തരത്തക്ക വിധത്തിൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത കാര്യങ്ങളിലേക്ക്, വൈദ്യശാസ്ത്രത്തിന്റെ കത്തിക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടത്തേക്ക് ഈ ദൈവത്തിന്റെ വചനം കയറി ചെല്ലും. ആ ദൈവത്തിന്റെ വചനമാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഞാനൊരൊറ്റ വചനം രണ്ടാമത് വായിച്ചതേ ഉള്ളൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്റെ ശരീരത്തെ സൂചി വെച്ച് കുത്തുന്നത് പോലെ വേദനിപ്പിക്കുന്ന അനുഭവം പോലെ എന്റെ മറ്റ് അസ്വസ്ഥതയുടെ നടുവിൽ എന്നോട് ദൈവം ഇടപെടുകയാണ്. കുഞ്ഞേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. വേദപുസ്തകത്തിന്റെ മുമ്പിൽ എന്നെ കുത്തി മുറിവേൽപ്പിച്ച, എന്റെ ഉള്ളത്തിലേക്ക് ആഴമായി തുളച്ചുചെന്ന, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കത്തക്ക നിലവാരത്തിൽ ഇറങ്ങിയ ആ ദൈവവചനത്തിന്റെ അനുഭവം എന്റെ വേദപുസ്തകത്തിലേക്ക് കണ്ണുനീർ തുള്ളികളായി വീഴുവാൻ തുടങ്ങി. ആദ്യമായി വേദപുസ്തകത്തിലേക്ക് കണ്ണുനീർ തുള്ളികൾ അടർന്നു വീഴുകയാണ്. എനിക്ക് വായിക്കാൻ വയ്യ, തുടർന്ന് വായിക്കാൻ വയ്യ. ഞാൻ അമ്മയെ നോക്കിയ കരയാൻ തുടങ്ങിയപ്പോൾ അമ്മ അടുത്തേക്ക് വന്നിട്ട് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എടാ കുഞ്ഞെ, നീ എന്തിനാ ഈ കരയുന്നത്? നിനക്ക് എന്താ ഇങ്ങനെ കരയാനുള്ള കാര്യം എന്താ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നീ അനുഭവിക്കുന്ന വേദനയുടെ ആഴത്തെ, എന്റെ അമ്മയാ എന്നെ തൊട്ടടുത്തിരിക്കുന്നത്. എന്നെ 10 മാസം ചുമന്ന് എന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണെങ്കിലും ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴത്തെയോ അതിന്റെ തീവ്രതയോ ഒരിക്കലും എന്റെ മാതാവിനോ പിതാവിനോ ഒരിക്കലും മനസ്സിലാകുകയില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന എന്റെ പിതാവിനോ മാതാവിനോ മനസ്സിലാകാത്തതുപോലെ, എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ അവരുടെ വേദനകൾ എനിക്കും മനസ്സിലാകാത്തതുപോലെ, മറ്റൊരു വ്യക്തിക്കും മനസ്സിലാകാത്ത നിങ്ങളുടെ വേദനയുടെ ആഴത്തെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഉപകരണത്തിനും നിങ്ങൾ കടന്നു പോകുന്ന വേദനയുടെ ആഴത്തെയോ തീവ്രതയെയോ അതിന്റെ ഒരു തരത്തിലുള്ള അളവിനെയോ മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ ഇരിക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ, സർവശക്തിയുള്ള ദൈവത്തിന് നിങ്ങൾ കടന്നു പോകുന്ന ആഴത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും നിരാശയെക്കുറിച്ചും സകല തകർച്ചകളെക്കുറിച്ചും സകല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നിങ്ങൾ അഴലുന്ന സകല വിധത്തിനും മറുപടി തരുവാൻ കഴിയുന്ന ഒരു ദൈവമാ ഞാനും നിങ്ങളും സേവിക്കുന്ന ഈ ദൈവം. അതുകൊണ്ട് പകച്ചു നിൽക്കുന്ന, ഒരുപക്ഷെ ഈ ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്തവളായിരിക്കാം നിങ്ങൾ, യാതൊരു ബന്ധമില്ലാത്തവനായിരിക്കാം നിങ്ങൾ. സഹോദര സഹോദരി, ഞാൻ സ്നേഹത്തോട് പറയട്ടെ, ഈ ഒരു ബന്ധവും ഇല്ലാതിരുന്ന, ദൈവത്തോട് ഒരു യാഥാർത്ഥ്യമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന, ഒരു തിരിച്ചറിവും ഇല്ലാതിരുന്ന എന്റെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ ചൂടടയാളം, ഈ തീവ്രതയുള്ള അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ സ്നേഹത്തോട് പറയുന്നു, നിങ്ങൾ ഒരു വാക്ക് ഈ ദൈവത്തോട് ഒരു വാക്ക് നിങ്ങളൊന്ന് സംസാരിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന വേദനയുടെ ആഴത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അബ്രഹാം എന്ന് പറഞ്ഞ പിതാവിനോട് യഹോവയായ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്ക എന്ന് ഒരു പിതാവായ അബ്രഹാമിനോട്, ബഹുമാന്യനായ അബ്രഹാമിനോട് യഹോവയായ ദൈവം സംസാരിച്ചതുപോലെ, പകച്ചു നിൽക്കുന്ന സഹോദര, ശങ്കിച്ചു നിൽക്കുന്ന സഹോദരി, നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്, ആ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഈ അരോമ ടിവിയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നാളെ ആരൊക്കെ ഇത് കേൾക്കുമെന്നോ ആരൊക്കെ ഇത് കാണുമെന്നോ എനിക്കൊരു പക്ഷെ കൂടുതലായിട്ടൊന്നും പറയുവാൻ കഴിയുകയില്ല. പക്ഷെ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് ഈ വിധത്തിൽ എന്നെ ഉയർത്തി മറ്റുള്ളവരുടെ മുൻപാകെ ഇങ്ങനെ ഒരു അവസ്ഥ നൽകി, ചില അടയാളങ്ങൾ നൽകി, വേർതിരിച്ച, ഉയർത്തിയ, നടത്തിയ ഒരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. സ്തോത്രം. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ
ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്, ആ ദൈവത്തോടൊന്ന് സംസാരിക്ക്. ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട, ആരുമില്ലെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട. ഈ ദൈവം നിങ്ങളുടെ കണ്ണുനീരിന്റെ അളവിനെ, കണ്ണുനീരിന്റെ ആഴത്തെ, ഹൃദയത്തിന്റെ നൊമ്പരത്തെ അറിയുന്ന ദൈവമാ. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ കേൾക്കുന്ന ഈ സമയം തന്നെ, ഇന്ന് ഈ ഒരുപക്ഷെ ഈ പകലായിരിക്കാം, ഈ പകൽക്കാലം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാലുകളെ മടക്ക്. ആ ദൈവം പറയുന്നു, കുഞ്ഞേ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ദൈവത്തിന്റെ വഴിയിലേക്ക്, ദൈവത്തിന്റെ വിചാരത്തിലേക്ക് ഞാൻ നിങ്ങളെ സമർപ്പിക്കപ്പെടുമ്പോൾ അവൻ നിങ്ങളെ ആള് മാറിയവനെ പോലെ, ആള് മാറിയവളെ പോലെ മറ്റുള്ളവരുടെ മുൻപാകെ ഒരു മാനപാത്രമാക്കി മാറ്റും. വേദപുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കുശവന്റെ ഭവനത്തിലേക്ക് പ്രവാചകനെ അയച്ച ദൈവം. സ്നേഹിത, ജീവിതത്തിൽ പലപ്പോഴും തെറ്റിപ്പോയി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴി തിരഞ്ഞെടുത്തത് കൊണ്ട്, സ്വന്തം വിചാരത്തിൽ മുൻപോട്ട് പോയത് കൊണ്ട് ചിലപ്പോൾ ചില ഇടങ്ങളിൽ നിരാശപ്പെട്ട്, സകലതും നഷ്ടപ്പെട്ട്, സകല ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ തകർച്ചയുടെ അനുഭവത്തിലായിരിക്കാം സഹോദര സഹോദരി. എന്നാൽ ദൈവം പ്രവാചകനെ കുശവന്റെ വീട്ടിലേക്ക് അയച്ചപ്പോൾ അവിടെ അദ്ദേഹത്തെ കാണിച്ചത്, മെനഞ്ഞുകൊണ്ടിരുന്ന മൺപാത്രം കുശവന്റെ കയ്യിൽ അത് ചീത്തയായി പോയപ്പോൾ, മറ്റൊരാകൃതിയിൽ ഇല്ലാതെ പോയപ്പോൾ, ആ കുശവൻ അതിനെ വീണ്ടും കുഴച്ച് മാനപാത്രമാക്കി പുതിയൊരു രൂപമാക്കി പുറത്തു കൊണ്ടുവന്നതുപോലെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ഇഷ്ടപ്രകാരം, നിങ്ങളുടെ വിചാരങ്ങൾ, വഴികൾ അനുസരിച്ച് നിങ്ങൾ യാത്ര ചെയ്തു എങ്ങും എത്തിച്ചേർന്നില്ലെങ്കിൽ, നിരാശയിലാണെങ്കിൽ, വേദനയിലാണെങ്കിൽ, നിങ്ങളെ രൂപാന്തരപ്പെടുത്തി നിങ്ങളെ പുതിയൊരു മാനപാത്രമാക്കി എടുക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാനൊരു ഉപജീവന മാർഗത്തിനായി ആഗ്രഹിച്ച് ITI പഠിക്കുവാനായി എന്റെ ഇഷ്ടപ്രകാരം ഞാൻ സഞ്ചരിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവിക വിചാരങ്ങളിൽ നിന്ന്, ദൈവിക വഴികളിൽ നിന്ന് മാറി സഞ്ചരിച്ച എന്നെ ദൈവത്തിന്റെ വിചാരത്തിലേക്ക്, ദൈവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ളൊരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാനിടയായി. അതുകൊണ്ടാണ് ഈ ദൈവത്തെ കുറിച്ച് പറയുന്നത്, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, ഈ ദൈവം നിങ്ങളെ കൊണ്ടുചെന്നാക്കുവാൻ നിശ്ചയിച്ച സ്ഥലത്ത്, ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുവന്നാക്കുവാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ഒരു വാക്യം കൂടെ എനിക്ക് വായിക്കുവാൻ കഴിഞ്ഞു. അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വിട്ടുവിട്ട് അമ്മ എന്റെ തൊട്ടടുത്തിരുന്ന് തട്ടിക്കൊണ്ടിരിക്കുക, കുഞ്ഞെ നീ എന്തിനാ കരയുന്നത്? 118-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം ഇപ്രകാരം ഞാൻ വീണ്ടും ഒന്ന് വായിച്ചു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇപ്പോഴാണ് ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ സാക്ഷ്യം പറയുന്ന സന്ദർഭങ്ങളിലാണ് ബോംബെയിലുള്ള കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ഉപദേശി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കും. ഈ വീട്ടിൽ നിന്ന് ഒരുവൻ ദൈവത്തിനായിട്ടുണ്ടാകും. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ മരിക്കയില്ല, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. പ്രിയമുള്ളവരെ, കാതിൽ മണിമുഴങ്ങുന്നത് പോലെ മരണം മരണം മരണമെന്ന ഭീതിയോടെ ഓടി നടന്ന കമ്പനിയിലേക്കും ക്വാർട്ടേഴ്സിലേക്കും ഓടി നടന്ന അനുഭവത്തിൽ, ട്രെയിനിൽ യാത്ര ചെയ്ത അനുഭവത്തിൽ, വീട്ടിൽ മരണം അടുത്തു എന്ന് കരുതി വീട്ടിൽ എത്തിച്ചേർന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ ശബ്ദം എന്നോട് കാതിൽ മുഴങ്ങുകയാ, എന്നോട് സംസാരിക്കുകയാ. നീ ഉദ്ദേശിച്ച സമയത്ത്, മറ്റുള്ളവർ ഉദ്ദേശിച്ച സമയത്ത് നീ അസ്തമിച്ചു പോകുകയില്ല, വഴിമധ്യേ നീ പട്ടുപോകയില്ല, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദരി, അരോമ TVയിലൂടെ നിങ്ങൾ ഈ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ വൈദ്യശാസ്ത്രം കൽപ്പിച്ച ചില ദിവസങ്ങൾ മാത്രം നിനക്ക് ശേഷിക്കുമെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. മാരകമായ രോഗത്തിന് കത്തിവെച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരം വരികയുള്ളൂവെന്ന് ചില വൈദ്യശാസ്ത്രത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടാകാം. രോഗബാധിതനായ തീവ്രതയുടെ അളവ് വ്യക്തമാക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടുകളോ മറ്റ് പരിശോധനാ ഫലങ്ങളോ ഒക്കെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകാം. എന്നാൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ, ഞാൻ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് ഒരു വാക്യം മാത്രം വീണ്ടും പറഞ്ഞത് എടുത്തു പറയുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത
വല്ല കാര്യവുമുണ്ടോ? ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, സൗഖ്യമാക്കുന്ന, ബലം പകരുന്ന, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്ന, വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് പൂർണ്ണ വിടുതൽ നൽകുവാൻ കഴിയുന്ന ദൈവവചനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവെക്കും വരെ തുളച്ചിയെല്ലുന്ന, വൈദ്യശാസ്ത്രത്തിന്റെ കത്തികൾക്കോ ലേസർ രശ്മികൾക്കോ ഒക്കെ കടന്നു ചെല്ലുന്നതിനപ്പുറമായി സ്വർഗത്തിലെ ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ ഈ ദൈവത്തിന്റെ വചനം അസാധ്യമെന്ന് കരുതുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധ മേഖലകളിൽ, പ്രാണനാകട്ടെ മജ്ജകളാകട്ടെ, സകല ഇടങ്ങളിലേക്കും വ്യാപരിച്ച് ഇടിമിന്നലിന്റെ ആ ശക്തി പിളർന്നു മാറുന്നത് നാം കാണുന്നത് പോലെ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ വ്യാപരിച്ച് അസാധ്യമെന്ന് പറഞ്ഞിരിക്കുന്ന സകല വിഷയത്തിന്റെ മേലും അത്ഭുതകരമാർന്ന പ്രവൃത്തിയെ വെളിപ്പെടുത്തുമെന്ന്, യേശുവിന്റെ ശക്തിയെ അയക്കുമെന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ഞാൻ അനുഭവിച്ച എന്റെ ആയുസിനെ തിരികെ തന്ന ആ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുക. സ്തോത്രം. കുഞ്ഞേ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. അപ്പൻ നിന്നെ കുറിച്ച്, അമ്മ നിന്നെ കുറിച്ച് ചിലതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം, ചിലതൊക്കെ വിചാരിച്ചിട്ടുണ്ടാകാം. ഇന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ നിന്നെ കുറിച്ച് ചിലതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം, ചില വഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാകാം. ഭയപ്പെടേണ്ട, അതിന്റെ ഭാരം നിന്നെ അലട്ടേണ്ട. നീ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നിന്റെ ശരീരത്തെ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ, പുതിയൊരു അനുഭവത്തിലേക്ക്, പൂർണ്ണമായ ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ ഭീതിപ്പെടുത്തിയ, മരണത്തിലേക്ക് നയിക്കുമെന്ന് കരുതിയ സ്ഥാനത്ത് മരണഭീതിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം തന്റെ വചനത്തിൽ കൂടി എന്നോട് സംസാരിച്ചു. ഇല്ല, നീ ഉദ്ദേശിച്ച സമയത്ത്, മറ്റുള്ളവർ തീരുമാനിച്ച സമയത്ത് നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. സ്തോത്രം. സ്തോത്രം. ഞാൻ ഈ അരോമ ടിവിയിലൂടെ പ്രിയ ദൈവദാസൻ ഡാനിയൽ ജോൺ ദൈവദാസനോട് ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഈ ഒരു വചനം നിറവേറുക, ഞാൻ മരിക്കാതെ സാക്ഷിയായിരുന്നു കൊണ്ട് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ ഈ അരോമ ടിവിയും ഈ ദൈവദാസനും ഒരു മുഖാന്തരമായി തീർന്നു. സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഇത് കേൾക്കുന്നവർ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. എനിക്കൊരു പക്ഷേ കടന്നെത്തുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഈ ചാനലിലൂടെ, അരോമ ടിവിയിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവവചനത്തിന്റെ അനുഭവങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സാക്ഷ്യ അനുഭവമായി തീരട്ടെ ഈ അരോമ ടിവിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഈ അനുഭവങ്ങൾ. സ്തോത്രം. ഒരു വാക്യം കൂടെ എനിക്കൊന്ന് വായിക്കാൻ കഴിഞ്ഞു പ്രിയമുള്ളവരെ. കരച്ചിൽ കൊണ്ട് വയ്യ. അടുത്ത 18-ാമത്തെ വാക്യം, 118-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം പ്രകാരം വായിച്ചു. യഹോവയായ ഞാൻ നിന്നെ കഠിനമായി ശിക്ഷണപ്പെടുത്തി, എന്നാലും ഞാൻ നിന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. പല സന്ദർഭങ്ങളിൽ വേദനാജനകമായ അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നുപോയി. പക്ഷേ ദൈവികമായ ഒരു വിടുതലാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഉടനെ ദൈവത്തിന്റെ ശബ്ദം, ആ വാക്യം കേട്ടപ്പോൾ തന്നെ ഞാൻ അധികമായി നിലവിളിക്കുവാൻ തുടങ്ങി. എന്റെ തലയുടെ മുകളിൽ കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു അനുഭവം ആ സമയം എനിക്ക് അനുഭവിപ്പാൻ ഇടയായി. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തി എന്റെ ശരീരത്തിൽ, തലയുടെ മുകളിൽ കൂടി ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നത് പോലെ തോന്നി. അല്പം ഇലക്ട്രിക്കൽ ജോലികളൊക്കെ ചെയ്ത പരിചയമുള്ളത് കൊണ്ട് കരണ്ട് അടിക്കുന്നതിന്റെ, ഏകദേശം കരണ്ട് പാസ് ചെയ്ത് തുടങ്ങുന്ന ആ വിറയലൊക്കെ പെട്ടെന്ന് അറിയാം. എന്നാൽ ഇത് കരണ്ടിനെ അപേക്ഷിച്ച് 10 മടങ്ങായി എന്റെ തലയുടെ മുകളിൽ വ്യാപരിച്ച ആ വലിയ ശക്തി താഴേക്ക് 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 ഇറങ്ങുവാൻ തുടങ്ങി. ഒരു റബ്ബർ പന്ത് കുതിക്കുന്നത് പോലെ തറയിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ഉയർന്നും പൊങ്ങിയും, ഞാൻ അറിയാതെ ഉയർന്നും പൊങ്ങിയും ഉയർന്നും പൊങ്ങിയും, ഉയർന്നും താഴ്ന്നും എന്നെ ഇങ്ങനെ കുതിക്കുക. ആ സമയത്ത് എന്റെ നാവൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് അവ്യക്തമായി ഓരോന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി. ഏതൊക്കെയോ വാക്കുകൾ അവ്യക്തമായി, ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഏതൊക്കെയോ വാക്കുകൾ, പദങ്ങൾ, വാക്യങ്ങളൊക്കെ സംസാരിക്കുവാൻ തുടങ്ങി. ആ ഭയപ്പെട്ടു പോയി, എന്താ സംഭവിക്കുന്നതെന്ന് അറിയുകയില്ല. പക്ഷേ ഹല്ലേലൂയായും സ്തോത്രവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അധികമായി പറയുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി, ശരീരത്തിന്റെ രോഗത്തിന്റെ അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന അനുഭവം കൊണ്ടോ ഉണ്ടായതല്ല. ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറയുകയും
ഹല്ലേലൂയ പറയാത്ത, സ്തോത്രം അധികം പറയാത്ത ഞാന് അധികമായി ഹല്ലേലൂയ പറയുകയും സ്തോത്രം പറയുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആയതുകൊണ്ട് ദൈവികമായ സന്ദർശനമായിരിക്കാം, അനുഭവങ്ങളാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഈ ശക്തിയുടെ സാന്നിധ്യം വിട്ടുപോകുന്നില്ല. രാത്രി 11 മണി കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ തുടങ്ങിയ ദൈവശക്തി ഈ ഒരു സാന്നിധ്യം വിട്ടുപോകാത്തതുകൊണ്ട്, ആദ്യത്തെ അനുഭവമായതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചവിടെ ഇരിക്കുമ്പോൾ അപ്പോഴേക്കും ഉറങ്ങിക്കിടന്ന സഹോദരങ്ങളൊക്കെ ബഹളം കേട്ട്, ശബ്ദം കേട്ട് എന്തൊക്കെയോ നടക്കുന്നുവെന്ന് കണ്ട് അവർ വന്ന് പകച്ചു നോക്കി നിൽക്കുക. വെളിയിൽ ആളുകളൊക്കെ വന്ന് ജനലിലൊക്കെ അടിക്കുക. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. രാത്രി 1:30 ഞാൻ ഇപ്രകാരം പറഞ്ഞു, അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ വചനം സംസാരിക്കുവാൻ എന്റെ നാവിനെ ബലപ്പെടുത്തണമെന്ന് എങ്ങനെയോ ഞാൻ അറിയാതെ പറഞ്ഞു. പ്രിയപ്പെട്ടവനെ, അത്രയും എന്നെ കൊണ്ട് അതുവരെ എന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കൊന്നും അറിയത്തില്ല, പറയാൻ അറിയത്തില്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ വ്യക്തമായി ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് അവിടെ പറയുവാനിടയായി, അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ വചനം സംസാരിക്കുവാൻ എന്റെ നാവിനെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ സമർപ്പിക്കപ്പെട്ടു. ആ നിമിഷം അതുവരെ എന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന, വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ആ ശക്തിയുടെ സാന്നിധ്യം പതുക്കെ വിട്ടുമാറി, ശാന്തമായി മാറി. പ്രിയമുള്ളവരെ, സംഭവിച്ചത് കേൾക്കണമോ? ഞാൻ മരിച്ച ശവപ്പെട്ടിയിലായി ആംബുലൻസിനകത്ത് എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ച ആഭിചാരത്തിന്റെ പ്രവൃത്തി ചെയ്ത ആ ശക്തിയുടെ സാന്നിധ്യം എന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്ന ആഭിചാരത്തിന്റെ ബന്ധനത്തെ അന്ന് രാത്രിയിൽ 1994 ഒക്ടോബർ മാസം 16 രാത്രി എന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ സാന്നിധ്യം, എന്റെ മേലുണ്ടായിരുന്ന ആഭിചാരത്തിന്റെ ബന്ധനത്തെ കർത്താവ് അഴിച്ചു കളഞ്ഞു. സ്തോത്രം. അതിനെ എങ്ങനെ അത് റിലീസ് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. നേരം വെളുത്ത് ഇത് നടന്നതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാവിലെ 10 മണിയായപ്പോൾ അടൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ 10 മണിയായപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ഡോക്ടറെ കാണാനായിട്ട് രാവിലെ പോയി. ഈ തലേ രാത്രിയിൽ സംഭവിച്ചത് വിടുതലാണെന്നോ ദൈവപ്രവൃത്തിയാണെന്നോ ഒന്നും മനസ്സിലായിരുന്നില്ല. 10 മണിക്ക് അടൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കണ്ണുകൾക്ക് വേദനയില്ല, കാതുകൾക്ക് വേദനയില്ല, സംസാരിക്കുന്നതിന് പ്രയാസമില്ല, കാൽപാദം തറയിൽ നന്നായി ഊന്നുന്നതിന് പ്രയാസമില്ല. ഞാൻ തിരികെ ബസ്സിൽ കയറി എന്റെ വീട്ടിലേക്ക് തന്നെ ഓടി വന്നു. അപ്പോഴാണ് എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായത്. ആ തലേ ദിവസം രാത്രി വരെയും എന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്ന, മരണത്തിലേക്ക് ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന അസഹ്യമായ ആ ആഭിചാരത്തിന്റെ ബന്ധനത്തെ എന്റെ കർത്താവ് അതിനെ കരിച്ചു കളഞ്ഞു. സ്തോത്രം. എന്നെ സ്വതന്ത്രമാക്കി, എന്നെ അത്ഭുതകരമാർന്ന രീതിയിൽ വിടുവിച്ചു. ഞാൻ ഈ സന്തോഷ വാർത്ത അറിയിക്കുവാനായി അന്ന് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനായിരുന്ന ആന്റണി പടമാടെന്ന് പറഞ്ഞ അച്ഛനാണ്. ഓടിച്ചെന്ന് അച്ഛനോട് വിവരം പറഞ്ഞു. അച്ഛോ, ഇതുപോലൊക്കെ ചില കാര്യങ്ങൾ സംഭവിച്ചു. അതിന്റെ അടുത്ത ദിവസവും ചില അനുഭവങ്ങൾ ഉണ്ടായി. 2 ദൈവിക വിടുതലുണ്ടായി. ഇനി ദൈവിക വേലയുടെ സാന്നിധ്യത്തിനായി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. ശാന്തമായിരിക്കെ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരു കാര്യം ചെയ്യ്, പഠിക്കാനായിട്ട് പോകാനായിട്ട് പറഞ്ഞു. ഇനി എന്തെങ്കിലും ജീവിതത്തിൽ അത്ഭുതങ്ങൾ, ദൈവിക സാന്നിധ്യങ്ങൾ അടുത്തു വരുന്നുവെങ്കിൽ അന്നേരം മനസ്സിലാക്കിക്കൊള്ളണം, ദൈവിക വേലയുടെ ഭാഗമായി വേർതിരിഞ്ഞു കൊള്ളണമെന്ന് ആ അച്ഛൻ ഇങ്ങനെ പറയുവാനിടയായി. ആ യാത്രയിലാണ് പ്രിയമുള്ളവരെ, അത് 95 ജനുവരിയിലാണ് അച്ഛന്റെ വാക്ക് കേട്ട് തിരിച്ച് ഗുജറാത്തിലേക്ക് പഠിക്കുവാനായി കടന്നുപോയപ്പോൾ ട്രെയിൻ യാത്രയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ബർത്തിൽ നിന്ന് ഇറങ്ങി എവിടെയാണ് പ്രാർത്ഥന ഇതൊക്കെ എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ നടുവിലേക്ക് ചെന്നപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്ററായിരുന്ന പാസ്റ്റർ ബാബു ശാമുകൽ അവറുകൾ. അപ്പൊ അതിനു മുൻപ് 1-2 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ട്രെയിൻ യാത്രയിൽ ആ ദൈവദാസൻ രക്ഷയുടെ അനുഭവത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ഇടയായി. അന്ന് രാത്രിയിൽ അവരോടൊപ്പം ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തന്നിരുന്നു. വരാവിലിൽ ചെല്ലുമ്പോൾ പിന്നെ വിളിക്കണമെന്നൊക്കെ എന്നോട് ഓർമ്മപ്പെടുത്തി. ആ യാത്രയിൽ രക്ഷയുടെ ഒരു പൂർത്തീകരണത്തിന്റെ അനുഭവത്തിലേക്ക് ആ ദൈവദാസൻ പറഞ്ഞെന്നെ ഉറപ്പിക്കുവാൻ, ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ഇടയാക്കി. പിൽക്കാലത്ത് 1995 മാർച്ച് മാസം 5 ഈ ബാബു ശമുൽ പാസ്റ്ററിന്റെ കൈക്കീഴിൽ സബർമതി നദിയിലാണ് ഞാൻ സ്നാനപ്പെടുവാൻ ദൈവം അവസരം നൽകിയത്. സ്തോത്രം. ഞാൻ ആ അനുഭവങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു.
ഗുജറാത്തിലെ അഹമ്മദാബാദ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, സബർമതിയിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ എല്ലാ ദൈവമക്കളോടും, ഒരുപക്ഷെ ആരൊക്കെ ഇന്ന് കാണുമെന്ന് എനിക്കറിയയില്ല, അന്ന് എനിക്ക് സ്നാനപ്പെടുവാൻ സാഹചര്യം ഒരുക്കിയ ആ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഈ സമയത്ത് നന്ദിയുള്ളവനായിരിക്കുന്നു. ഈ ചാനലിൽ കൂടി ആ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും കമ്പനിയിൽ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടുത്ത ദിവസമാണ് നാട്ടിൽ നിന്ന് അമ്മ അയച്ച ഒരു കത്ത് ലഭിക്കുന്നത്. ആ ആഴ്ചയില, മോനെ, നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല, ഒരു സംഭവം ഉണ്ടായി. നീ മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിനകത്ത് കൊണ്ടുവന്നിറക്കുന്നത് കാണാൻ ആഗ്രഹിച്ച് ഇവിടെ ചില ആഭിചാര പ്രവൃത്തികളൊക്കെ നടന്നു. ഇപ്പൊ ആഭിചാര പ്രവൃത്തി നടന്നപ്പോൾ ആ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ആള് പറഞ്ഞു, ഇതുപോലൊരു പുരുഷന് ആവശ്യമാണ്. ആ മകൻ മരിച്ച മാതാവ് തന്റെ മൂത്ത മകളുടെ ഭർത്താവ് 40-45 വയസ്സുള്ള ആ ചെറുപ്പക്കാരനെ കൊണ്ടുകൊടുത്ത് ആഭിചാരം ചെയ്യുവാനായി, അദ്ദേഹത്തെ സഹായിക്കാനായി കൊണ്ടുകൊടുത്ത അദ്ദേഹത്തിന് പെട്ടെന്ന് ശരീരത്തിൽ അസ്വസ്ഥതയോ അസഹനീയമായ പ്രയാസങ്ങൾ എന്തോ ഉണ്ടായി. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഈ സഹോദരൻ ചില ദിവസങ്ങളോ സമയങ്ങളോ എടുത്തു. അവിടെ വെച്ച് മരിച്ച് ആംബുലൻസിനകത്ത് ആ മാതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിറക്കുവാനിടയായി. ഇത് 2004 സെപ്റ്റംബർ മാസം ഞാൻ മൂവാറ്റുപുഴ, കൂത്താട്ടുകുളത്തിന് മൂവാറ്റുപുഴയ്ക്കും ഇടയിലുള്ള ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എബനേസർ മിഷൻ ചർച്ചിലെ പാസ്റ്ററായിരിക്കുന്ന സമയത്ത് 2000 മുതൽ 2005 വരെ ആയിരുന്നു ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായി ഞങ്ങൾ അവിടെ ആയിരുന്നത്. 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന രണ്ടാമത്തെ ദിവസം ഞാൻ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും നന്മയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ക്ഷോഭിക്കുന്ന ശബ്ദമാ ദൈവത്തിൽ നിന്ന് കേട്ടത്. ഞാൻ നിനക്ക് ചെയ്ത നന്മയൊന്നും നീ ഓർക്കുന്നില്ലയോ? നിന്റെ നേരെ പാളയമിറങ്ങിയവന്റെ അസ്ഥികളെ ഞാൻ ചിതറിച്ചുവല്ലോ എന്നുള്ള ശബ്ദം പെട്ടെന്ന് എന്റെ കാതിൽ മുഴങ്ങുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് എനിക്ക് സംഭവിച്ച ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചില സെക്കൻഡ് കൊണ്ട് ഓർമ്മ വരികയും ദൈവ ശബ്ദം ഇങ്ങനെ, ഞാൻ നിനക്ക് ചെയ്ത നന്മയൊന്നും നീ ഓർക്കുന്നില്ലയോ? നിന്റെ നേരെ പാളയമിറങ്ങിയവന്റെ അസ്ഥികളെ ഞാൻ ചിതറിച്ചുവല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിനിടയിൽ എന്റെ തലയുടെ മുകളിൽ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി പതിക്കുവാനിടയായി. അവിടെ നിന്ന് അറിയാതെ ഞാൻ അവിടെ നിന്ന് പാടുകയാ, അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. 10 മിനിറ്റ് പോലും എടുത്തില്ല ആ വരികൾ മുഴുവൻ അവിടെ നിന്ന് പാടുവാൻ. ഓടിപ്പോയി ഒരു റീഫിൽ എടുത്താണ് പേപ്പറിലേക്ക് ആ പാട്ട് എഴുതുവാനിടയായിട്ട്. ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇത്രയും ദൈവജനങ്ങൾ പാടി ആരാധിക്കുന്ന ഒരു പാട്ടായി തീരുമെന്ന്, അവിടെ നിന്ന് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ ഇങ്ങനെ ആയിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ചില മാസങ്ങൾക്ക് ശേഷം എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വാക്ക് ശബ്ദം കേൾക്കുന്നത് പോലെ അനുഭവമുണ്ടായി. ഈ ഗാനം, ഞാൻ തന്ന ഈ ഗാനം എന്റെ ജനത്തിനായി കൊടുക്കുവാനായി ഓർമ്മപ്പെടുത്തി. അങ്ങനെ ആ ഗാനം ദൈവ ജനത്തിന്റെ അനുഭവത്തിലേക്ക് വിവിധ മുഖാന്തരങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വിശദമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഗാനം എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ പാടുവാനോ പ്രാപ്തിയില്ലാത്ത എന്റെ ജീവിതത്തിൽ ഈ ഗാനം ദൈവം നൽകി. ആ ഗാനം ആയിരങ്ങൾ പാടി ആശ്വസിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ട്. പ്രിയ ദൈവദാസനെ, ഇത്രത്തോളം ജീവിതാനുഭവങ്ങൾ നൽകി ഈ ഗാനം ഞാൻ എഴുതിയതാണെന്ന് ആർക്കും അറിയാതെ ഇരുന്നപ്പോൾ
2005 സഭാ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പത്തനാപുരത്തിനടുത്ത് ഇളമണ്ണൂരേക്ക് വന്ന് പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗാനം എങ്ങനെയൊക്കെ പോകുന്നുവെന്ന് എനിക്ക് അറിയുവാൻ കഴിഞ്ഞില്ല. 2011 ഡിസംബർ മാസം ഒരു ബുധനാഴ്ച രാവിലെ 7 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ബ്രദർ സുനിൽ പത്തനാപുരമാണോ എന്ന് ചോദിച്ചൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ ആരും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു സംശയമുണ്ടായി, സുനിൽ ഞാനാണ്, പത്തനാപുരം എൻ്റെ കൂടെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഉടനെ അടുത്ത വരികൾ പറയാൻ തുടങ്ങിയത്, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനം എഴുതിയ ബ്രദർ സുനിൽ പത്തനാപുരമാണോ എന്ന് ഒരു ശബ്ദം കേൾക്കുവാനിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. പറഞ്ഞു, ഞാനാണ് ഹൂസ്റ്റൺ ആയൂർ ചെറുവക്കൽ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് പാസ്റ്റർ ജോൺസൺ ഡാനിയൽ ആണെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുമായി ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു അറിവുണ്ട്. അപ്പൊ ഡോക്ടർ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ ആണെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ആകെ ഒരു അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി. നിങ്ങൾ എവിടെ സഹോദര, നാട്ടിലാണോ, എവിടെ എന്നൊക്കെ പറഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ഇവിടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക, ഇവിടെ വരണം, അനുഭവങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആ ദൈവദാസൻ ആയൂർ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ നടന്ന കൺവെൻഷനിൽ എന്നെ മറ്റുള്ളവരുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാനിടയായി. ആർക്കും എന്നെ അറിയാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഈ പാട്ട് ഞാനാണ് എഴുതിയതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ സമയമായപ്പോഴേക്കും ഏകദേശം 15ഓളം ആളുകൾ ഈ ഗാനത്തിന് അവകാശികളായി രംഗപ്രവേശം ചെയ്തിരിക്കുക. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അത് പിന്നീടാണ് ഘട്ടം ഘട്ടമായിട്ടാണ് അറിയുന്നത്. ആ കൃത്യസമയമായപ്പോഴാണ് ഡോക്ടർ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ എന്നെ അവിടെ വിളിക്കുകയും അദ്ദേഹം എന്നെ വിളിച്ച് പരിചയപ്പെടുന്നത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനം എഴുതിയ ആ പുള്ളി അവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന ദേവദാസൻ അവിടെ പറയുന്നത്. അങ്ങനെ എനിക്ക് പാടുവാൻ അവിടെ അവസരം തന്നു. ആ സമയം മുതലാണ് ആരാലും അറിയപ്പെടാതിരുന്ന വ്യക്തിയും തികച്ചും സാധാരണക്കാരനായ ഒരു സഹോദരനെ മറ്റുള്ളവരുടെ മുൻപാകെ പ്രിയ ജോൺസൺ ഡാനിയൽ പാസ്റ്റർ പരിചയപ്പെടുത്തുവാനിടയായി തീർന്നത്. അങ്ങനെ ഫോൺ കോളുകൾ പലയിടങ്ങളിലേക്ക് പോയി. മലയാള മനോരമയുടെ ഓഫീസിൽ നിന്ന് അടുത്ത ദിവസം ഫോൺ വന്നു. അതിന്റെ കോർഡിനേറ്റർ എന്നെ വിളിച്ച് സംസാരിച്ചു. മാരാമൺ കൺവെൻഷന് വേണ്ടി പുറത്തിറക്കുന്ന അവരുടെ മനോരമയുടെ CD-യിലേക്ക് എന്റെ ഈ ഗാനം ആവശ്യമാണ്. അങ്ങനെ ഞാൻ അവർക്ക് അതിന്റെ അനുവാദം കൊടുക്കുകയും മാർക്കോസ് തിയേറ്ററിനെ ഉപയോഗിച്ച് പാടുവാനൊക്കെ അതിനൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ഗാനം മനോരമ ഈ മ്യൂസിക്കിലൂടെ പുറത്തു വന്നതുകൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്, അതുവരെ ഈ ഗാനത്തിന് 15ഓളം അവകാശികൾ ഉണ്ടായിരുന്നത് മലയാള മനോരമ മ്യൂസിക് മുഖേന ഈ ഗാനം പുറത്തിറക്കി എന്റെ ഫോട്ടോയും എന്റെ പേരും ഒക്കെ വെച്ച് വെളിയിലേക്ക് വന്നപ്പോൾ അവകാശം ഉന്നയിച്ച സ്വദേശത്തും വിദേശത്തും ഉന്നയിച്ചു കൊണ്ടിരുന്ന സകല ആളുകളും പുറകോട്ട് മാറി. അതിന്റെ അവകാശിയായിട്ട് എന്നെ കൊണ്ടുതന്നു. അതിന് മുൻപ് എന്നെ കുറിച്ച് ഈ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്ങൾ രണ്ടാകുന്നു എന്ന ഗാനം പാട്ട് സൃഷ്ടിതാവിനെ തേടി അലഞ്ഞു നടന്ന കഥയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ പത്രത്തില് പ്രിയ ദൈവദാസൻ സാങ്കുട്ടിച്ചാക്കോ നിലമ്പൂർ എന്നെ പരിചയപ്പെടുത്തിയിരുന്നു ഒരുപാട്. അതും ഇതോട് ചേർന്നുള്ള സമയമായതുകൊണ്ട് അവകാശം ഉന്നയിച്ചു വന്ന അനേക ആളുകൾ പുറകോട്ട് പോകുവാനായിട്ടിടയായി തീർന്നു. അതുകൂടാതെ തന്നെ ഈ ഗാനം പലരും അതിന്റെ വരികളൊക്കെ തെറ്റിച്ച് ഞാൻ പാടിയതല്ലാത്ത വരികളൊക്കെ ചേർത്ത് ദേശത്തും അതുപോലെ അമേരിക്കയിലും പലയിടങ്ങളിലുമായിട്ടൊക്കെ പാടിയത്. അപ്പൊ ഞാൻ ഓർത്തുപോയി, അത് പാടുന്നതിന് തന്നെ വളരെ പ്രയാസമുണ്ട്, പല പദപ്പങ്ങളും ഒക്കെ മാറ്റി ഉപയോഗിച്ചപ്പോഴേക്കും. അങ്ങനെയാണ് എൻ്റെ ഭാര്യയായ നാൻസി ഉൾപ്പെട്ട് നിൽക്കുന്ന പന്തളം കാരക്കാട് IPC ചർച്ചിലെ മെമ്പറായ പ്രിയ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ എന്ന ഗാനത്തിന്റെ രചയിതാവായ പ്രശസ്തനായ മോഹൻ കാഞ്ചനമണിൽ അച്ചായൻ ഈ വിവരം അറിഞ്ഞു എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ അച്ചായ, ഇപ്പൊ ഞാൻ എഴുതിയ പാട്ടിനകത്ത് എനിക്കിവിടെ പാടാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് വരികളും വാക്കുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ചായന് അവിടെ നടന്ന പല കോൺഫറൻസുകളിലും പല മീറ്റിങ്ങുകളിലും ഇതിന്റെ ശരിയായ വരികളൊക്കെ എഴുതി
പ്രിന്റ് ചെയ്ത് പുസ്തകം കൊടുക്കുവാനും അവിടെ പാടുവാനും ഒക്കെ ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് വേണ്ടി അതിന്റെ വരികളെ തിരുത്തുവാൻ പ്രിയ മോഹൻ കാഞ്ഞിരമണ്ണിൽ അച്ചായനെയാണ് അമേരിക്കയിലും പല സ്ഥലങ്ങളിലും ദൈവം ഉപയോഗിച്ചത്. അതിനുള്ള നന്ദി ഞാൻ ഇത്തരുണത്തിൽ ആരോമ ടിവിയിലൂടെ ഞാൻ അറിയിക്കുന്നു. ദൈവം സകല വിധത്തിലും കൊണ്ടുവരുവാൻ ശക്തനായ ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ ഗാനം ഇതെങ്ങനെ പുറത്തേക്ക് എത്തിക്കുമെന്ന് ഓർത്ത് ഞാൻ എന്റേതായ വഴികളും എന്റേതായ വിചാരത്തിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഈ ഗാനം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഇടയായില്ല. ഒരിക്കൽ മാസയോഗം നടന്ന കുറവിലങ്ങാടിനടുത്തുള്ള ഞീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ മാസയോഗം ക്രമീകരിച്ചിരിക്കുകയാണ്. ഞാനും ഭാര്യയും മൂത്ത കുഞ്ഞുമായി കൂത്താട്ടുകുളം ജംഗ്ഷനിൽ രാവിലെ സമയത്ത് അവിടെ വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി. നീ ആ പാട്ട് എഴുതി ഷീറ്റാക്കി ഇത് കൊണ്ടുപോകാനായിട്ടൊരു പ്രേരണ ഉണ്ടായി. വൈഫിനോട് പറഞ്ഞു, നീ ഒരു A4 ഷീറ്റിനകത്ത് 4 എഴുത്, കട തുറക്കുന്നത് വരെ അവിടെ ഇരുന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് 4 കീറി പല കോപ്പികളായിട്ടെടുത്ത് കുറവിലങ്ങനാടിനടുത്ത് ഞീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്യു നാണ പാസ്റ്ററുടെ പേരും തോന്നുന്നു, ആ വീടിന്റെ മുറ്റത്ത് കൂടി അനേക ആളുകളുടെ കയ്യിൽ ഈ പാട്ട് ഷീറ്റ് കൊടുത്ത് കാണുന്നു ഞാൻ വിശ്വാസത്താൽ അവിടെ പാടുവാനിടയായി. ഈ ഗാനം ആദ്യമായി പാടിയത് മൂവാറ്റുപുഴയ്ക്കും കൂത്താട്ടുകുളത്തിനും ഇടയിലുള്ള ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള എബനേസർ മിഷൻ ചർച്ചിലാണ് ഈ ഗാനം ആദ്യമായി പാടി ആരാധിക്കുന്നത്. അവിടെ ആരാധനയിൽ സംബന്ധിച്ച ഒരു കുടുംബമാണ് പൗലോസും കുടുംബവും. അവര് കരിയംപ്ലാവ് WME ചർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരായതുകൊണ്ട് ഈ ഗാനം അവിടെ കേട്ടിട്ട് അവർ അവിടെയും ചെന്ന് പാടുവാനിടയായി. കൂത്താട്ടുകുളം ജംഗ്ഷനിൽ വെച്ച് എഴുതിയ ആ പാട്ട് ഷീറ്റ് പലയിടങ്ങളിലേക്ക് പറന്നുപോയതുപോലെ, അത് എവിടെയൊക്കെയോ ദൈവം ഉദ്ദേശിച്ച കരങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടതുപോലെ ആ ഗാനങ്ങൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുവാനിടയായി. അങ്ങനെയാണ് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനം അനേക ഹൃദയങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് അന്ന് ഈ ഗാനം എഴുതിയ ഞങ്ങൾ താമസിച്ച ആ സ്ഥലം, ആ വീട് ഇന്ന് ഒരു മുറിയും ഒരു അടുക്കളയുമുള്ള ഒരു വീടാണ്. പലപ്പോഴും അവിടെ പോകുമ്പോൾ ഞങ്ങൾ അത് കാണുകയും അവിടെ അല്പനേരം നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥൻ സണ്ണിച്ചേട്ടായിയാണ്. അദ്ദേഹം ഇപ്പോൾ മൂവാറ്റുപുഴ താമസിക്കുകയാണ്. എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ അത് പൊളിച്ചു കളയാതെ ഇപ്പോഴും അത് അവിടെ ഇട്ടിരിക്കുക, ഇത്രയും ലോകം അറിയുന്ന ഒരു പാട്ട് ഉത്ഭവിച്ച ആ സ്ഥലം അതുപോലെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് എന്ന് പലപ്പോഴും പറയാനിടയായി തീർന്നു. ഒരു ചെറിയ നീര് ഉറവയുടെ തൊട്ടടുത്ത് നിന്നായിട്ടാണ് ഞാൻ ഈ പാട്ട് പാടുവാൻ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു ഗാനം എഴുതുവാൻ, സംഗീതം ചെയ്യുവാൻ, പാടുവാൻ പ്രാപ്തിയില്ലാത്ത എന്നെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് എന്റെ ജീവിതാനുഭവങ്ങൾ ഉപയോഗിച്ച ദൈവം നിങ്ങളെയും ഉപയോഗിക്കുവാൻ ശക്തനായ ദൈവമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ലെന്നോ, നിങ്ങളെക്കുറിച്ച് ആരും കരുതുന്നില്ലെന്നോ അങ്ങനെയുള്ള ചിന്തകളെല്ലാം വിട്ടുകളയുക. ഞാനും ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞതാ. പലരും എന്നോട് ചോദിച്ചു, മനുഷ്യ എന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്നതെന്ന് പലരും ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ദൈവത്തോട് ചോദിക്കുവാൻ ഇടയായത്, നിന്നെ ഓർക്കുവാൻ. അത് ദൈവം പിന്നെ എന്നോട് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, എന്നെ ഓർക്കുവാൻ, എൻ കാര്യം ചൊല്ലാൻ, എനിക്കായി കരുതുവാൻ ആരുമില്ലെന്നാകിലും. എന്നെ ഓർക്കുവാൻ, എൻ കാര്യം ചൊല്ലാൻ, എനിക്കായി കരുതുവാൻ ആരുമില്ലെന്നാകിലും. എന്നെ മറക്കാത്ത ഈ സ്ഥിതി മാറ്റുന്ന, സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. നിന്നെ മറക്കാത്ത ഈ സ്ഥിതി മാറ്റുന്ന, സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ എന്നും കരുതുന്ന കർത്താവ് കൂടെയുണ്ട്. ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. പ്രിയമുള്ളവരെ, പല പാട്ടുകൾ ഇതിന്റെ പശ്ചാത്തലമൊക്കെ മറ്റു പലയിടങ്ങളിലൊക്കെ പറഞ്ഞതായതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്നോ എങ്ങനെ പഠിപ്പിക്കുമെന്നോ ഇങ്ങനെയൊക്കെ ഭാരപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ വളരെ വേദനാജനകമായ ചോദ്യങ്ങളും വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ വന്നപ്പോ ദൈവം വാസ്തവമായി വന്ന് എന്നോട് സംസാരിച്ചാൽ, നീ ഭാരപ്പെടണ്ട,
ആരും തുറക്കാത്ത വാതിൽ ദൈവം തുറക്കും. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. കാണാത്ത നന്മകൾ കാണുവാൻ കരുതുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവം എന്നോട് സംസാരിച്ചതുപോലെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളെയും കരുതുന്ന ഒരു ദൈവമുണ്ട്. തുറക്കാത്ത വാതിൽ ദൈവം തുറന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. പിന്നെയും പാട്ടുകൾ ഇതുവരെ പുറത്തു വരാത്ത പാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പാടിക്കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് അതിന്റെ വരികൾ തിരുത്തുകയും അത് വേറെ രീതിയിൽ പുറത്തിറക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആകെ അതൊരു വലിയ പ്രയാസമായി വരും. ദൈവം അനുവദിച്ചാൽ വീണ്ടും കർത്താവ് നൽകിയ പാട്ടുകൾ പുറത്തു വരുവാനായി അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇങ്ങനെ അരോമ ടിവിയിലൂടെ എന്റെ ജീവിതാനുഭവങ്ങളും ഗാനത്തിന്റെ ചില ഭാഗങ്ങളും ഒക്കെ പറയുവാനും പാടുവാനും ഒക്കെ അവസരം നൽകിയ പ്രിയ ഡാനിയൽ ജോൺ ദൈവദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അരോമ ടിവിയുടെ സകല പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. 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 താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനിൽ പി കോശി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആ പിന്നിട്ട പാതകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരത്തിൻ്റെ ആ പ്രവൃത്തിയെ വാക്കുകളിലൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പങ്കുവയ്ക്കുവാൻ, അത് വാക്കുകളായി മാത്രമല്ല ഗാനത്തിൻ്റെ പല്ലവികളായി അത് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ക്രൈസ്തവ ലോകം ഏറ്റുപാടുന്ന മനോഹര ഗാനങ്ങൾ അവർ പാടുമ്പോൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിലും ആ പാട്ട് എഴുതുവാനുണ്ടായ സാഹചര്യം എന്തെന്നോ ആരെന്നോ ഒരു പക്ഷെങ്കിൽ പാട്ട് പാടുന്നവർക്ക് ഏറിയ പങ്കാൾക്കാർക്കും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ ചരിത്രമോ അതിൻ്റെ പശ്ചാത്തലമോ ഒക്കെ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അതൊരു കേട്ടുകേഴ്വിയായി ഏറ്റുപാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഒരു പാട്ട് രചിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് അത് എത്രത്തോളം മാധുര്യമുള്ളതായിരിക്കണമോ അതിൻ്റെ അനേക മടങ്ങ് വേദന, സഫറിങ്സ് ആ പാട്ടിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കും. സാധാരണ പാടുന്ന ഒരു പാട്ടാണെങ്കിൽ അതിനത് വലിയ വേദനയൊന്നും ഒരു പക്ഷെങ്കിൽ ഉണ്ടായി കാണത്തില്ല. ഒരു പാട്ട് മനോഹരമായി തീരണമെങ്കിൽ, മനോഹരമായ ഒരു പാട്ട് പിറക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു വില, ഒരു വേദന ആ വ്യക്തി തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. കർത്താവിൻ്റെ ദാസൻ ജീവിതത്തിൻ്റെ ഭയങ്കരമായ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കയറിയിറങ്ങിയപ്പോഴാണ് ലോകപ്രസിദ്ധമായ ഈ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന മനോഹരമായ പാട്ട് രചിക്കുവാൻ ഇടയായി തീർന്നതെന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇനിയും ധാരാളം പാട്ടുകൾ എഴുത്തിൻ്റെ ശേഖരണത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അതൊക്കെ അതതിൻ്റെ സമയത്ത് പുറത്തു വരട്ടെ. പലപ്പോഴും പല പാട്ടുകൾക്കും എഴുത്തുകൾക്കും ഒക്കെ പലരും അതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് യഥാർത്ഥ ആ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും അതിനെ ആർക്കും ഖണ്ഡിക്കുവാനോ അതിനെ നിഷേധിക്കുവാനോ കഴിയത്തില്ല. കാരണം പിതൃത്വം പലരും അവകാശപ്പെടുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ വേദന മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയുകയില്ല. ആ വേദന അനുഭവിച്ച വ്യക്തിക്ക് ഒരിക്കലും അത് വിട്ടുകൊടുക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പാട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എഴുതുവാനും ജനങ്ങളത് ഏറ്റെടുക്കുവാനും പാടുവാനും ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ആ ശേഖരത്തിൽ ഉള്ളതായ പാട്ടുകളൊക്കെ ജീവൻ പ്രാപിച്ച് അതിൻ്റെ മാധുര്യമയോടുകൂടി മനോഹരമായ നിലയിൽ പാടുവാൻ, ജനഹൃദയങ്ങളിൽ അത് പതിയുവാൻ, ജനങ്ങളത് ഏറ്റുപാടുവാൻ, അതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നാം എല്ലാവരും
ഏറ്റുപാടുന്ന പല പാട്ടുകളും ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊന്നും ഒരു പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കേയില്ല പാടുന്നത്. എന്നാൽ കർത്തൃഭൃത്യന്മാർ കടന്നുപോയ തീച്ചൂളയുടെ അനുഭവത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചതായ, ദൈവത്തെ മഹത്വപ്പെടുത്തിയതായ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വന്നതായ വാക്കുകൾ അതിന് ഈണം പകർന്ന് അത് വരികളായി തീർന്ന് അത് എഴുതി ദേവദാസന് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാവിന്മേൽ ആ പാട്ടിൻ്റെ വരികൾ തന്നപ്പോൾ അത് ഞാൻ ഓടിച്ചെന്ന് ഒരു റീഫില്ലെടുത്ത് ആ പാട്ടിൻ്റെ വരികൾ എഴുതിയെന്ന്. എന്ന് പറഞ്ഞാൽ അതിനൊരു മുന്നൊരുക്കത്തോടുകൂടി പ്ലാൻ ചെയ്ത ഒരു പാട്ട് എഴുതുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ താളവും അതിൻ്റെ പല്ലവികളും അതിൻ്റെ പദങ്ങളും ഒന്നും തയ്യാറാക്കി വെച്ചിട്ടല്ല അവിടെ ഇവിടെ തപ്പി നടന്ന് അന്വേഷിച്ച് വാക്കുകൾ കണ്ടെത്തി എഴുതിയ ഒന്നായിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതൊക്കെ അല്പ ആയുസ് മാത്രമേ ആ പാട്ടുകൾക്ക് ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അനുഭവത്തിലൂടെ പുറത്തു വന്ന പാട്ടുകളുടെ പിന്നിൽ കൊടുത്ത വില അനുസരിച്ച് ആ പാട്ടുകൾക്ക് ജീവനും പുതുമയും ജനങ്ങൾ തുടർച്ചയായി ഏറ്റുപാടുന്നതുമായി ഇന്നും ക്രൈസ്തവ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ നമുക്ക് ആ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രിയ സുനിൽ പാസ്റ്ററോട് ഒരുമിച്ച് ഈ നിമിഷങ്ങൾ നമുക്ക് ചിലവഴിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. നാം ഇനിയും ഈ പാട്ടുകൾ ചേർന്ന് പാടുമ്പോൾ അതിൻ്റെ രചയിതാവ് ആരാണെന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കാലങ്ങൾ കടന്നു പോയാലും നമ്മുടെ തലമുറകൾ ഈ പാട്ടുകളൊക്കെ ഏറ്റുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിന് സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസൻ ഈ സമയം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്പിതാവേ, അരോമ ടിവിയിലെ പ്രേക്ഷകർക്കായി അടിയൻ ഇപ്പോൾ സംസാരിച്ച അടിയന്റെ അനുഭവങ്ങളും ദൈവവചനങ്ങളും ഗാനത്തിന്റെ ഭാഗങ്ങളും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ അവിടുന്ന് മുഖാന്തരമായി ഉപയോഗിക്കണമേ. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതുപോലെ എന്നെ നിലനിർത്തിയ ദൈവത്തിന്റെ കരുണ പോലെ എന്റെ ജീവിതാനുഭവങ്ങൾ കേട്ട ആ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരൊക്കെ വരുന്ന നാളുകളിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ കർത്താവെ അവിടുന്ന് ചെയ്യണമേ. അടിന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ മുഖാന്തരമായി തീർന്ന ഡാനിയൽ ജോൺ ദൈവദാസനെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ. അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇത്രത്തോളം ദൈവിക അനുഭവങ്ങൾ ജീവിതത്തിൽ നടന്നത് പറയുവാൻ ബലപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്നും അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഓരോ പ്രിയപ്പെട്ടവരെയും അത്ഭുതകരമാർന്ന ദൈവ സാന്നിധ്യത്തിലൂടെ ആശ്വാസം പ്രാപിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ, സമാധാനത്തോടെ ഭൂപരപ്പിലായിരിക്കുവാൻ എല്ലാ വിധത്തിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യണമേ. എല്ലാ മുഖാന്തരങ്ങൾക്കായി നന്ദി. മാനമഹത്വം എല്ലാം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസൻ സുനിൽ പി. താങ്ക് യു ദൈവം. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ. കർത്താവിനോട് ഏറെ പാടുവാൻ, നല്ല പാട്ടുകൾ എഴുതുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷി നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിപ്പുടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ,
ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com